കാലത്ത് ഒരു പാട്ട് എഴുതി. ആ പാട്ടാണ് യേശുവേ യേശുവേ വിളി കേൾക്കൂ. സങ്കടം പറ്റും. വിളി കേൾക്കുന്നുണ്ട് പാട്ട്. അത് പാടുമ്പോൾ ഞാൻ തന്നെ കരയും. അതുപോലത്തെ സാഹചര്യത്തിലൂടെ അത് രണ്ടാമത്തെ പാട്ട്. പിന്നെ ഒരു പാട്ട് എഴുതി ആരാധനയ്ക്ക്. സ്തുതിയും സ്തോത്രവും കൂപ്പിയ കയ്യുമായി ആലയത്തിൽ വന്നു സ്തുതിക്കാൻ. സ്തുതിയും സ്തോത്രവും കൂപ്പിയ കയ്യുമായി ആലയത്തിൽ വന്നു സ്തുതിക്കാൻ. യേശു എന്നെ ബലപ്പെടുത്തിയതിനാൽ നന്ദിയോടെ ഞാൻ ആരാധിക്കും. അതങ്ങനെ ഒരു പാട്ട്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ പെരുമ്പാവൂരിനടുത്ത് കുറുപ്പമ്പടിക്കടുത്ത് വേങ്ങൂർ എന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു കർത്താവിന്റെ ദാസനെ കാണാനായിട്ട് വന്നതാണ്. പാസ്റ്ററുടെ പേര് ഡേവിഡ് മാത്യു. ഇപ്പോൾ 80 വയസ്സുണ്ട്. 50 വർഷം കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് പാസ്റ്റർ ഡേവിഡ്. തൃശ്ശൂരിൽ പട്ടിക്കാട് എന്ന സ്ഥലത്തു നിന്ന് താൻ ഇവിടെ വന്ന് താമസിക്കുകയാണ്. ബാപ്റ്റിസ്റ്റ് സഭയായി ഇവിടെ ചേർന്നാണ് തൻ്റെ സുവിശേഷ പ്രവർത്തനം. അപ്പോൾ ഈ പ്രായത്തിലും നല്ല ഓർമ്മശക്തിയും എഴുതാനുള്ള താല്പര്യവും പാസ്റ്ററെ കൊണ്ട് ചില പുസ്തകങ്ങളൊക്കെ പാസ്റ്റർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 80ാമത്തെ വയസ്സിലും വളരെ ഊർജ്ജസ്വലനായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് പാസ്റ്റർ ഡേവിഡ്. 4 മക്കളുണ്ട്. മരുമക്കൾ 4, കൊച്ചുമക്കൾ 8. അങ്ങനെ ഇപ്പോൾ 4ാമത്തെ തലമുറ വരെ കാണാൻ ഒരു ഭാഗ്യം ദൈവം കൊടുത്തു. ആൻറ്റിയുണ്ട്, സന്തോഷമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് ഈ പാസ്റ്ററുടെ ജീവിത അനുഭവത്തെ കുറിച്ചൊന്ന് കേൾക്കാം. തൻ്റെ ജീവിതാനുഭവം 50 വർഷത്തെ സുവിശേഷ അനുഭവങ്ങളെക്കുറിച്ച് പാസ്റ്റർ എന്ന് പറയും. നമുക്കത് കേൾക്കാനായിട്ട് ഇടയായി തീരട്ടെ. ഒരു കത്തോലിക്ക സഭയിൽ നിന്നും അല്ലേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ വേല ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. ഒരുപാട് പട്ടിണിയും ദുരിതങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. സുവിശേഷം അറിഞ്ഞതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താകേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ വളരെ കഷ്ടതയിലൂടെ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുകയും അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുകയും ചെയ്ത പാസ്റ്റർ ഡേവിഡിൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് കേൾക്കാം. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിലേക്ക് പാസ്റ്ററെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്ററുടെ ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഒരു വലിയ പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. പാസ്റ്റർ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററെ, സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, ഇപ്പോൾ എവിടെ താമസിക്കുന്നു, ഏത് സഭയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, മക്കൾ എത്ര പേരാണ്, അവരൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? പറയാം. എൻ്റെ പേര് ഡേവിഡ് മാത്യു. താമസം വീട്ടിമോള്, വേങ്ങൂർ വീട്ടിമോള് താമസം. എനിക്ക് 4 മക്കൾ. ഈ വേങ്ങൂർ എന്ന് പറയുന്നത് പെരുമ്പാവൂരിനടുത്ത് കുറുപ്പമ്പടിക്കടുത്തുള്ള വേങ്ങൂർ അല്ലേ? വേങ്ങൂർ. പിന്നെ എനിക്ക് 4 മക്കൾ. അവർക്ക് മക്കളുണ്ട്. അങ്ങനെ 8 പേരമക്കളും 4ാമത്തെ തലമുറ കണ്ടിരിക്കുമ്പോൾ ഞാൻ. ഓക്കെ. അപ്പോൾ പാസ്റ്റർ ഏത് സഭയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്? ഞാൻ ബാപ്റ്റിസ്റ്റ് സഭ. ഓക്കെ. പാസ്റ്ററൊക്കെ ഇവിടത്തുകാരാണോ? ഈ വേങ്ങൂരിലാണോ പാസ്റ്ററുടെ ജന്മസ്ഥലം, അതോ മറ്റേതെങ്കിലും സ്ഥലത്തുനിന്ന് വന്ന് താമസിക്കുന്നതാണോ? എൻ്റെ ജന്മസ്ഥലം തൃശ്ശൂരാണ്. ഇവിടെ വന്ന് തൃശ്ശൂർ എവിടെയാ? തൃശ്ശൂർ പട്ടിക്കാട്. പിന്നെ ഇവിടെ വരാനായിട്ടുള്ളൊരു കാരണം എന്താ? ഇവിടെ വരാനുള്ള കാരണം, ഞാൻ മധുരയിൽ കർത്താവിന് വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് എനിക്ക് മണ്ണുത്തിൽ വന്നു. മണ്ണുത്തിൽ വന്നപ്പോൾ ഇവിടെ അന്ന് സ്ഥലം മേടിച്ചിട്ടുണ്ട്, ഈ സ്ഥലം ചർച്ച്. അപ്പം ഇവിടേക്ക് ആളില്ല, ഭാഷ അങ്ങോട്ട് പോകുന്നു പറഞ്ഞു. അപ്പം ഞാനിവിടെ വന്ന് ഒരു ഓല ഷെഡ് കെട്ടി അതിൽ താമസിക്കും. ഞാൻ എൻ്റെ ഭാര്യയും 2 പെൺമക്കളും കൂടി. ആ മക്കൾ വന്നില്ല, ആ മക്കൾ തൃശ്ശൂർ പഠിക്കുമായിരുന്നു. ഓക്കെ. പാസ്റ്ററുടെ മാതാപിതാക്കളെ കുറിച്ചൊന്ന് പറയാമോ? പറയാം. എൻ്റെ മാതാപിതാക്കൾ ഒക്കെ കാർത്തിക് സിരീന.
റോമനല്ല, കാത്തലിക് സിറിയൻ. ഞാനും അതിലായിരുന്നു. പിന്നീടാണ് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ബാപ്റ്റിസ്റ്റ് സഭയിൽ. മാതാപിതാക്കളുടെ പേരൊന്ന് പറയാം. മാതാപിതാക്കളുടെ പേര്, അപ്പൻ്റെ പേര് ഡേവിഡ് ദേവസി എന്ന് വിളിക്കും. അമ്മയുടെ പേര് അന്നമ്മ. നിങ്ങൾ എത്ര സഹോദരങ്ങളായിരുന്നു? സഹോദരങ്ങൾ ഞങ്ങൾ 3 ആണും 1 പെണ്ണും. അപ്പോൾ അവരെല്ലാം ജനിച്ചു വളർന്നത് തൃശ്ശൂർ പട്ടിക്കാട്ടിലാണ്. അതെ അതെ അതെ. അപ്പോൾ അവിടെ നിന്നാണ് ഇവിടെ ഒന്ന് താമസിക്കുന്നത് അല്ലേ? 91 ഞാൻ ഇവിടെ വന്നു. ആയിക്കോട്ടെ. അപ്പോൾ പാസ്റ്റർ ഏത് സഭാ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്നത്? ഞാൻ കാത്തലിക് സിറിയൻ. കാത്തലിക് സിറിയൻ. അപ്പോൾ ആ കാത്തലിക് സിറിയനിൽ നിന്ന് ഈ പെന്തക്കോസ് വിശ്വാസം, അതായത് ഈ ബാപ്റ്റിസ്റ്റ് സഭ വിശ്വാസം സ്വീകരിക്കാൻ, അതായത് രക്ഷിക്കപ്പെടാനായിട്ടുള്ളൊരു കാരണം എന്താണ്? കാരണം ഞാൻ ചെറുപ്പത്തിൽ പള്ളിയിൽ പോകുമ്പോൾ അച്ഛന്മാരെ കുർബാന ചെല്ലണ കാണുമ്പോൾ എനിക്കൊരു അച്ഛനാവുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 6 വയസ്സുള്ള സമയത്ത് ഞാനും എൻ്റെ കൂട്ടുകാരെ, എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളും എന്നെക്കാളും പ്രായം കുറഞ്ഞ കുട്ടികളെ കൂട്ടിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ പുറകിലൊരു പറമ്പിൽ ഞങ്ങൾ മണ്ണ് വാരി കളിക്കും. മണ്ണ് വാരി കളിക്കുമ്പോൾ എനിക്കൊരു പൊട്ട സ്വഭാവമുണ്ട്. എനിക്കിഷ്ടപ്പെട്ട കുട്ടീനെ ഒരു കടി കടിക്കും. കടിക്കുമ്പോൾ ആ കടിച്ച് കൊണ്ട കുട്ടി കരയും, കൂടുതലുള്ളവരും കരഞ്ഞിട്ട് പോകും. അങ്ങനെ എന്നും അതിൻ്റെ മടി. എന്നാലും അവർ എൻ്റെ കൂടെ എന്നും കളിക്കാൻ പറ്റും. ഒരു ദിവസം ഞാൻ അങ്ങനെ കടിച്ചൊരു പോയി, കരഞ്ഞിട്ട് പോയി. ഞാൻ ഇപ്പം എനിക്ക് ആകെ വിഷമമായിട്ട് അങ്ങനെ ഇതാകുമ്പോൾ ചാരി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ കയ്യെത്താൻ ദൂരത്ത് ഒരു 4 മണി നേരത്ത് കയ്യെത്താൻ ദൂരത്ത് യേശു കർത്താവ് വന്നിട്ട് ഇങ്ങനെ എന്നെ ബ്ലസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ബ്ലസ് ചെയ്യുമ്പോൾ കൈൻ്റെ ഉടനാടിയിൽ ഒരു ചുവന്ന കളറുണ്ട്. അതിപ്പോൾ ഞാൻ വിചാരിക്കുക ആണിപ്പഴതാണെന്ന്. അന്ന് എനിക്ക് അതിനുള്ള ഗ്രാഹ്യമില്ലല്ലോ. പിന്നെ ഈ ഉടുപ്പിൻ്റെ കൈ നല്ല വിസ്താരത്തിലാണ്. യേശപ്പച്ചനാണെങ്കിലും നല്ല പാൽ കളറ്, മൂക്ക നടന്നു കണ്ടിട്ട് മൂടിക്ക് നടന്നുണ്ട്. 1000ങ്ങളിൽ 10,000 സുന്ദരം, വർണ്ണിക്കാൻ പറ്റാത്തമായുള്ള സൗന്ദര്യം. അപ്പം ഞാൻ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അപ്പം ഞാൻ പിന്നെ ചിന്തിച്ചത് പിള്ളേരെ ഓടിപ്പോയി പിള്ളേരെ വിളിച്ച് കാണിക്കാൻ, കർത്താവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് ഞാൻ പോയിട്ട് യേശപ്പച്ചൻ പോയി. അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ, വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ പാസ്റ്റർ നേരിട്ട് കണ്ടു. അത് എത്രാമത്തെ വയസ്സിലായിരുന്നു? 7 വയസ്സുണ്ടാവും. 7 വയസ്സ്. അപ്പോൾ 7 വയസ്സുള്ള സമയത്ത് കർത്താവിനെ നേരിട്ട് കാണാനൊരു ഭാഗ്യം ലഭിച്ചു അല്ലേ? അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പള്ളിയിലൊക്കെ പോവും. പിന്നെ പഠിക്കാൻ സ്കൂളിൽ പോയി ഒടുങ്ങി അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് പിന്നെ എനിക്ക് പ്രായമൊക്കെയായി കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് പട്ടിക്കാട് തന്നെയാണ് ഭാര്യ. ഇവളുടെ വീട് പട്ടിക്കാട് തന്നെയാണ്. അവിടുന്ന് ഇവിടെ കല്യാണം കഴിച്ചു. 73-ല് 74-ല് പ്രസവിച്ചു മൂത്ത മോനെ സന്തോഷിനെ. അത് കഴിഞ്ഞിട്ട് ആ വർഷം തന്നെ ഞാൻ പിച്ചിയിൽ വെലങ്ങന്നൂര് ബാപ്റ്റിസ്റ്റ് സഭയിൽ കൺവെൻഷൻ നടത്തി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ആ സമയം വരെ ഈ കാത്തലിക് ചർച്ചിലായിരുന്നോ? അതെ അതെ അതെ. വിവാഹമൊക്കെ കത്തോലിക്ക പള്ളിയിൽ വെച്ചാണോ നടന്നത്? കാത്തലിക് ചർച്ചിലായിരുന്നു വിവാഹം കഴിഞ്ഞതൊക്കെ. പ്രസവമൊക്കെ ആ സഭയിൽ വെച്ചിട്ട് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാ ഈ രക്ഷിക്കപ്പെട്ട ഈ വിശ്വാസത്തിലേക്ക് വന്നത് എങ്ങനെയാ? എൻ്റെ ചേട്ടന് പീച്ച് വെലങ്ങന്നൂര് മെഷീനറി ഉണ്ട്, തൈലക്കട. അപ്പം അവിടെ ഞാൻ ചേട്ടനെ സഹായിക്കാൻ പോകും. അപ്പം അവിടെ വെലങ്ങന്നൂര് ബാപ്റ്റിസ്റ്റ് സഭയിൽ കൺവെൻഷൻ നടക്കുക. അമേരിക്കയിൽ നിന്ന് ജോൺ പെൻ സാഹിബ് വന്നിട്ട് കൺവെൻഷൻ നടത്തുന്നുണ്ട്. ജോൺ പെൻ വന്ന് കൺവെൻഷൻ നടത്തുന്നുണ്ട്. അപ്പം ഞാനത് കേൾക്കാൻ പോയി. അത് കേൾക്കാൻ പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ പിന്നെ അതങ്ങനെ രക്ഷിക്കപ്പെടാനൊരു മുഖാന്തരം എന്താണ്? പാസ്റ്ററുടെ ആ സാഹിബിൻ്റെ ഈ പ്രസംഗം ഇഷ്ടപ്പെടുവാണോ, അതിൽ ആകർഷിക്കപ്പെടുവാണോ, എന്താണ് രക്ഷിക്കപ്പെടാനൊരു മുഖാന്തരം എന്തായിരുന്നു? രക്ഷിക്കപ്പെടാൻ മുഖാന്തരം പാപിയായിരുന്ന മനുഷ്യന് കർത്താവ് സ്വന്തം രക്തം നൽകി വീണ്ടെടുത്തു, സ്വന്തം മക്കളായി തീർത്തു, സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി എന്നുള്ള ആ ഒരു ഭാഗം വായിച്ചു കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ അന്ന് രാഷ്ട്രീയത്തിൽ കളിക്കാം. ഏത് രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നു? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു. അങ്ങനെ സകല വൃത്തികേടുകളുണ്ട്. അങ്ങനെ ആ സമയത്താണ് ഈ സംഭവം ഉണ്ടാവണം. ആ വിഷയത്തെ കുറിച്ച് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ
പ്രസംഗം കേട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു. എൻ്റെ മനസ്സിലും വല്ലാണ്ട് കുത്തുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ അങ്ങനെ പിന്നെ ഞായറാഴ്ച തൊട്ട് അവിടെ പള്ളിയിൽ അവിടെ പോയി. അവിടുത്തെ പാസ്റ്റർ ജോൺ മാത്യു അന്നത്തെ പാസ്റ്റർ അവിടുത്തെ. ആ പാസ്റ്ററോട് വിവരം പറഞ്ഞ് ഞാൻ അങ്ങനെ അവിടെ ആരാധനയ്ക്ക് പോകും. അങ്ങനെ ആരാധനയ്ക്ക് പോയി 4-5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ശരിയെന്ന് പറഞ്ഞ് സ്നാനപ്പെടാൻ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉത്തരങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നെ സ്നാനപ്പെട്ടിട്ട് പിന്നെ ഞാൻ ബൈബിൾ സ്കൂളിൽ പോവാം, മണ്ണുത്തി ബൈബിൾ കോളേജിൽ പോകണം. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് വീട്ടിൽ ഇപ്പോൾ രക്ഷിക്കപ്പെട്ട കാരണം കൊണ്ട് വീട്ടിൽ അപ്പൻ, അതായത് ഈ രക്ഷിക്കപ്പെട്ടു ഈ വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടായി അല്ലേ? അതെ. അത് അതൊക്കെ എങ്ങനെയായിരുന്നു അത് എതിർപ്പുകളൊക്കെ? ഒരു ദിവസം രാവിലെ എൻ്റെ അപ്പൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊന്നും തരാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം ചെന്നിട്ട് എൻ്റെ ഭാര്യ ഇവിടെ നിന്നു. അവിടെ നിന്ന് അവളും വിളിക്കാൻ പറഞ്ഞു. അപ്പം അവളും വിളിച്ചു. കൊച്ചിനൊരു വയസ്സായിട്ടില്ല. എടുത്ത് നിന്നപ്പോഴേ ഇതെൻ്റെ വീടാ, ഇവിടെ നിൽക്കാൻ പാടില്ല പോകുന്നു, ഇറങ്ങി പോടാൻ മാർക്കൗസി എന്ന് പറഞ്ഞു. അങ്ങനെ ആ സെക്കൻഡിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഒരു ഗച്ചെന്നിട്ട് അപ്പം എൻ്റെ ഭാര്യ വീട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ അന്ന് ഇവളുടെ വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ വീടിന് നേരെ മുമ്പിൽ ഒരു വീട്ടിലൊരു സൈഡ് റൂമുണ്ട്. ആ സൈഡ് റൂമിൽ വാടകയ്ക്ക് എടുത്ത് താമസിക്കാം. അപ്പം എനിക്ക് പണിയൊന്നുമില്ല, പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പോയി താമസിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് എനിക്ക് ഒരു വയറിളക്കം, വയറുവേദനയ്ക്കായിട്ട് അസുഖമായിട്ട് ബുദ്ധിമുട്ടായി. അങ്ങനെ എൻ്റെ പാർശ്വ വന്നിട്ട് എന്നെ ഒരു കാറ് കൊണ്ടുവന്ന് എന്നെ അതിൽ കയറ്റി മണ്ണുത്തിയിലെ സാൻജോ ആസ്പത്രിയിൽ എന്നെ കൊണ്ടാക്കി അഡ്മിറ്റ് ചെയ്തു. അവിടുന്ന് സൂക്കേട് മാറി വരുമ്പോൾ വന്നതിന് ശേഷം ഞാൻ വീട്ടിൽ നിന്ന് ഇവിടുന്ന് മാറി താമസിക്കാനുള്ള പ്ലാനിൽ താണിപ്പാടത്ത് കലവറക്കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. താണിപ്പാടം സെൻറ്ററിൽ നിന്ന് കുറച്ച് ചവിട്ടുവഴിയാണ്. അത് പോയ ഒരു വിശാലമായൊരു പറമ്പും ഒരു വീടും, ഒറ്റക്കൊരു വീടാണോ, വഴിയൊന്നുമില്ല, ചവിട്ടുവഴിയുണ്ടോ. അതിന് മുമ്പിൽ ഇതിൻ്റെ പാടം. ആ പാടത്തിൻ്റെ അപ്പുറത്ത് ബസ് റൂട്ട്, പാലക്കാട്ടിൽ പോകണ ബസ് റൂട്ടാണ്. ഈ പറമ്പിൻ്റെ സൈഡ് കൂടി ഒരു തോട് വീടുണ്ട്, വെള്ളം നനച്ചിട്ട്. അങ്ങനെ അവിടെ ചെന്ന് ആ വീട് വാടകയ്ക്ക് എടുത്തു. ഞാൻ ബൈബിൾ കോളേജിൽ പറഞ്ഞിട്ട് അവിടുത്തെ പാസ്റ്റർമാരും എൻ്റെ കൂട്ടുകാർ പഠിക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഞാൻ എൻ്റെ ഭാര്യയും കൊച്ചും കൂടി വീട് താമസാക്കണം പ്രാർത്ഥിച്ചിട്ട് താമസാക്കുമ്പോൾ ഈ വീടിൻ്റെ 3 മുറിയാണ്. അതായത് ഫ്രണ്ടിൽ കയറി തന്നെ ഒരു ഇത്, അത് കഴിഞ്ഞപ്പോൾ ഒരു മുറി, അത് കഴിഞ്ഞ് എൻ്റെ അപ്പുറത്ത് അടുക്കള. അപ്പം ഈ കയറി തന്നെ മുറിയിലെ ചുമൻ്റെ അല്ല, മരത്തിൻ്റെ അടികളാണ്. ഈ മരത്തിൻ്റെ അടികളുള്ള ഇതുകൊണ്ട് കൈയിട്ടാൽ അകത്തെ വാതിൽ കുറ്റി തുറക്കാൻ പറ്റും. അത് അങ്ങനെയുള്ള വാതിലാണ്. അപ്പം 3 മുറിയിലും നിറച്ച് കുഴികളാണ്. മണ്ണിട്ട് നികത്തിയിരിക്കുക കുഴികളൊക്കെ മണ്ണിട്ട് നികത്തി അങ്ങനെ ഇരിക്കണം. അപ്പം ഞങ്ങൾക്കിത് എന്താണെന്ന് അറിയില്ല. താമസാക്കി അന്നവിടെ കിടന്നു, പ്രാർത്ഥിച്ച് ഞങ്ങളവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ എഴുത്ത് കിടക്കണം എൻ്റെ ഭാര്യ വെറും ഇറുക്കിൽ കനം, എൻ്റെ കൊച്ച് ഒരു നാരിൻ്റെ കനം. അങ്ങനെ എനിക്ക് തോന്നുന്നു, അവൾക്കും അതുപോലെ തന്നെ തോന്നുന്നു. തന്നെയല്ല പിന്നെ കുറെ കഴിയുമ്പോൾ ഈ ഒരു മുറി നിറച്ചൊരു ഒരു കയ്യ് അത് കണ്ട പേടിയാവും നമുക്ക്. പക്ഷെ എനിക്ക് പേടിയായില്ല. ഞാൻ ഇതൊക്കെ കാണണമെങ്കിലും എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ ബ്ലസ് ചെയ്യപ്പെടും. അതാണ് ഞാൻ കാണുന്നത്. ഈ കൈ കാണുമ്പോഴും അങ്ങനെ തന്നെ. അത് കഴിഞ്ഞ് പിന്നെ ഒരു തല, ഒരു മുറി നിറച്ചൊരു തല, അത് ഞാൻ കാണണം, അവളും കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു പേടി തോന്നിയില്ല. പിറ്റേ ദിവസം ഞങ്ങൾ എന്ത് ചെയ്തു, വേറെ മുറി കയറി കൊടുക്കും. അവിടെയും തന്നെ കേസ്. പിന്നെ ഇറച്ചത്തെ മുറിയിൽ കൊടുക്കും, അവിടെ ഈ കേസൊക്കെ തന്നെ. ഒരു ദിവസം ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ട് ഉച്ചയ്ക്ക് വരുമ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ ഈ കുഴി തോണ്ടുക. 1 വയസ്സുള്ള കൊച്ചൊരു വടി എടുത്തിട്ട് ഈ ഒരു കുഴിയിൽ മണ്ണ് ഇട്ട് എടുക്കുക. അപ്പോൾ ഇവള് പുറത്ത് മിറ്റത്ത് പണിതുകൊണ്ടിരിക്കുക, എന്താ പണി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അത് കണ്ടപ്പോൾ ഇവളോട് പറഞ്ഞില്ലേ, മോൻ കാണിക്കൊണ്ട് ആ കുഴി തുറക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവളോട് പറഞ്ഞു, ഞാൻ കുഴി തുറക്കാമെന്ന് പറഞ്ഞിട്ട് കുഴി തുറക്കണം. കുഴി തുറന്ന് ഒന്നും ഉണ്ടെന്ന് കുഴി തുറക്കണമെന്ന് എടുത്ത് അതിലൊരു കടലാസ് മതി.
കള്ളാസ്പതി കിട്ടിയത് അതിനകത്ത് തുറന്നിക്കപ്പോൾ അതിലൊരു കുപ്പി, ആ കുപ്പിയിലുള്ളിൽ ഇരുമ്പ് തകിടും. അപ്പം ഞാൻ ഇവൾക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാ കുഴികളും തപ്പിയെടുത്തു. അങ്ങനെ 101 കുഴിയുണ്ടായിരുന്നു ഈ 3 മുറിയിലടക്കം. 101 ഞാൻ എന്ത് ചെയ്തേ, ഈ 101 എടുത്ത് തകിടുകളെടുത്ത് മിച്ചത്ത് കൊണ്ടുവച്ചിട്ട് അതിന് തീയാട്ടും. തീയാട്ടപ്പോൾ ചട്ടപ്പെടാന്ന് ഇങ്ങനെ പൊട്ടിട്ടു. ആ പൊട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് എടുത്ത് അങ്ങനെ ആ ചായത്തിൽ കൊണ്ടിട്ടു. അത് ഒഴുക്കിപ്പോയി. പിന്നെ ഒരു ദിവസം ഞാൻ വരുമ്പോൾ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ നിന്ന് ഉച്ചന് വരുമ്പോൾ കുറച്ച് അരി സാധനങ്ങൾ മേടിച്ചിട്ട് വരിക. അപ്പോൾ ഇവിടെ കൊച്ചിനെ ഇറത്ത് ഈ അരിയുടെ ഇപ്പുറത്ത് അകത്തിരുന്നിട്ട് ചോറ് കുറച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ ഇതിലൊരു ടോർച്ചുണ്ട്, ഒരു തീപ്പെട്ടിയുണ്ട്, ലൈറ്റില്ല, വിളക്കാം. അപ്പോൾ ഇവിടെ ചോറ് കൊടുത്തുകൊണ്ടിരുന്ന നേരത്ത് ഈ വായിൽ പിടിച്ച് കുലുക്കുക. അപ്പോൾ ഇവിടെ വിചാരിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് പേടിപ്പിക്കാൻ കാണിക്കണ്ടാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് നല്ലോണം കുറുക്കുക, മര്യാദ നിർത്തിക്കോളും, എന്നെ വിളിച്ചാലേ ഞാൻ വായന കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്ന നേരത്തെ ഞാൻ കയറി വരണേ. അപ്പം ഞാൻ ഇത് കേട്ടു. അപ്പം ഞാൻ മോൻ പറഞ്ഞു വാല കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്നെ വഴക്ക് പറഞ്ഞു, ഈ ഒറ്റയ്ക്ക് എന്നെ ഇവിടെ ആക്കിയിട്ട് പോയിട്ട് വൈകുന്നേരം നേരത്തെ എന്നെ പേടിപ്പിക്കാൻ തന്നെ വാലിട്ട് കുടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. വാല് തുറന്നു, ഞാൻ അകത്ത് കിടന്ന് ഈ അരിസാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വെച്ചു. അപ്പം ഞാൻ കൊച്ചിനെ എടുത്തു. അവരോട് പറഞ്ഞു ഇവിടെ ഒന്ന് അടിച്ച് കുത്തിയത് ഇതൊക്കെ എടുത്ത് അകത്ത് കൊണ്ട് നിൽക്കുന്നു പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ കൊച്ചിനെ എടുത്ത് നിൽക്കുക, അങ്ങനെ വരാന്തരം നടുക്കുക. അപ്പോൾ ഇവിടെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് കൊണ്ട് നിൽക്കണ്ടേ, അതിൻ്റെ ഇടയ്ക്ക് ഈ വാതിൽ ഭയങ്കര കുലുക്കം. അപ്പം ഞാൻ പറഞ്ഞു നീ വാതിൽ കുലുക്കൊണ്ടോ, നീ പിടിച്ചോ കൊച്ചിനെ പിടിച്ചെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു ഞാൻ പിടിക്കില്ല എന്ന് പറഞ്ഞു. നീ പിടിക്കുമെന്ന് പറഞ്ഞു. ഇല്ല എന്നോട് പറഞ്ഞു വാതിൽ തുറക്കണ്ടെന്ന് പറഞ്ഞു അവൾ. അപ്പം ഞാൻ പറഞ്ഞേ യേശുവിനെ നാമത്തിൽ പോ പിശാച് എന്ന് പറഞ്ഞ് ഞാൻ ഒച്ചുണ്ടാക്കി. ആ സെക്കൻഡിൽ വാതിലുകൾക്ക് നിന്നു. പിന്നെ ഒരു 5-10 ആൾക്കാർ ഓടി പോകുമ്പോൾ ഒച്ചുണ്ടാകണം എന്നല്ല, ആ ഒച്ചയാണ് ഇങ്ങനെ പോകണം, ദൂരേക്ക് പോണ ഒച്ചയാട്ടം. അതേ തന്നെ പിന്നെ അവിടെ ഒന്നും ഞാൻ ഉണ്ടായിട്ടില്ല, കണ്ടിട്ടില്ല. അത് ഇത് ഏത് സ്ഥലത്തായിരുന്നു? താനപ്പാടത്ത് കലവറക്കുന്നെന്ന് പറയും. അത് ഏത് ജില്ലയാണ്? തൃശ്ശൂർ ജില്ല. അപ്പോൾ പാസ്റ്റർ ഈ ബൈബിൾ കോളേജിൽ പോയി, മണ്ണൂത്തി ബൈബിൾ കോളേജിൽ പോയി പഠനം കഴിഞ്ഞതിന് ശേഷം ആദ്യം സുവിശേഷ വേലയ്ക്ക് പോയത് ഈ സ്ഥലത്താണോ? പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചവരെയല്ല ക്ലാസ് ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഉച്ച കഴിഞ്ഞ് നമ്മുടെ വിസിറ്റ് ചെയ്യും, വീടുകൾ വിസിറ്റ് ചെയ്യും, ട്രാൻസ് കൊടുക്കും. അങ്ങനെ ചില വീടുകൾ പോയി പ്രാർത്ഥിക്കും, പിന്നെ എൻ്റെ വീട്ടിൽ പ്രാർത്ഥന നടത്തും. അങ്ങനെയൊക്കെയുണ്ട്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ 5 വർഷം പഠിച്ചു. 5 വർഷം പഠനം കഴിഞ്ഞിട്ട് പിന്നെ എവിടെയാ സുവിശേഷ വേല ആരംഭിച്ചത്? പിന്നെ അവിടുന്ന് പോയത് പിന്നെ മലമ്പുഴ. അവിടുത്തെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാമോ? പറയാം. മലമ്പുഴയില് അകത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസാക്കി. മലമ്പുഴ എന്ന് പറഞ്ഞാൽ ഡാമൊക്കെ സ്ഥലമല്ലേ? അതെ. അവിടുന്ന് അകത്തറയെന്ന് ബസ് കയറി ഡാമിലേക്ക് പോകണം. അവിടെ ചെന്നാൽ അവിടുന്ന് വാട്ടർ ബൗണ്ടറി കൂടി നടന്നു പോകണം, കുറെ ഒരു 4-5 കിലോമീറ്റർ. അപ്പോൾ അവിടെ എലാക്ക് എന്ന് പറയുന്ന ഒരു ആദിവാസി കോളനി ഉണ്ട്. ആ കോളനിയിലാണ് പ്രവർത്തിക്കാൻ ഞാൻ പോകണം. ആ പോണ വഴിക്ക് ഈ വാട്ടർ ബൗണ്ടറിയിൽ ഒരു വീട്ടുകാരായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അവിടുത്തെ ഒരു കുട്ടിയെ ഹേമമ്പി സ്കൂളിലാണ് പഠിക്കുന്നത്, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ അവിടുന്ന് പറഞ്ഞെങ്കിൽ കുട്ടി ഇവിടെ വരുമ്പോൾ ഒരു പീരീഡ് കഴിയും. നടന്ന് ഡാമിൽ വന്ന് അത് ബസ് കയറി വീട്ടിലെത്തുമ്പോൾ സ്കൂളിലെത്തുമ്പോൾ ഒരു പീരീഡ് കഴിയും. അപ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുക. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞേ, അപ്പോൾ എനിക്ക് ആഴ്ചയിൽ 3 ദിവസം പോകും വേണം. മണ്ണൂത്തി ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകണം, ആഴ്ചയിൽ 3 ദിവസം സ്പെഷ്യൽ പ്രോഗ്രാമിന് പഠിക്കാനായിട്ട്. അപ്പോൾ ആ 3 ദിവസം പോകുമ്പോൾ ഇവിടെ വീട്ടിലാളുണ്ടാവില്ല. അപ്പോൾ ഒരാൾ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ആരാധനയ്ക്ക് വരുന്ന വീട്ടിലത്തെ പെൺകുട്ടീൻ്റെ ഓമന എന്ന് പറഞ്ഞിട്ട് അവളോട് ഞാൻ പറഞ്ഞ്, അവളുടെ അമ്മോടും അപ്പനോടും പറഞ്ഞ് ഞങ്ങൾക്ക് 3 ദിവസം എനിക്ക് മണ്ണത്തിൽ പഠിക്കാൻ പോകണം. അപ്പോൾ അവളുടെ ഒരു തുണയ്ക്ക് അവിടെ നിർത്തിപ്പിക്കും, അവിടുന്ന് പൊക്കോട്ടെ അവിടെ സ്കൂളിലേക്ക്. അപ്പോൾ അടുത്തത് സ്കൂള് ക്ലാസ് മുടങ്ങുന്നുണ്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ സമ്മതത്തിനോട് നിർത്തി. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ
എനിക്ക് ഒരു അന്തരീക്ഷം ശരിയല്ലാന്ന് തോന്നി. അപ്പം ഞാൻ ഇവിടെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഞാൻ കൊണ്ടുപോകും, എനിക്ക് ഇനി ചില ദിവസങ്ങൾ മാത്രമേ പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പോയി. അങ്ങനെ എന്ത് പറയുന്നില്ല, അവര് ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളാണത്. അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നശിക്കണം, ഭാര്യ മരിക്കണം, പിള്ളേർ നശിക്കണം. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ജിന്ന്, സാത്താൻ, പിന്നെ ചാത്തൻ, ഈ 3 കൂട്ടി പിടിച്ചിട്ട് ഒരു ബാധ എനിക്ക് വിട്ടു. അത് വിട്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ട് എൻ്റെ ഭാര്യയ്ക്ക് സൂര്യലാണ്ട് കിടക്കുക. സൂര്യലാണ്ട് കിടക്കുന്ന അവളുടെ കാലൊക്കെ പൊക്കി വെച്ച് കിടക്കുന്നു. പ്രസവിച്ചിട്ട് കുറച്ച് ദിവസമായില്ലോ. വർത്തമാനം പറയാൻ ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിക്കില്ല, എന്തും സൂചരി. അങ്ങനെ ഞാൻ ഒരു ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ മരുന്ന് കൊടുത്തിട്ട് കഴിയുമ്പോൾ വന്നോളാന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ചെന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞു, പാലക്കാട് ഹക്കീം എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ ചെന്ന് കണ്ടാൽ ശരിക്കുള്ള ഡീറ്റെയിൽസ് അറിയാം. അന്ന് ആ ഡോക്ടർക്ക് 100 രൂപ ഫീസ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ കാശുണ്ടാ, ആകെ ബുദ്ധിമുട്ടും പ്രയാസമായിട്ട് നടക്കുന്ന സമയം. പക്ഷെ എന്നാലും പട്ടിണി ആയാലും ഞങ്ങൾക്ക് ആർക്കും ക്ഷീണമില്ല, നല്ല ഉഷാറാണ്. കർത്താവ് എന്നും ഞാൻ എൻ്റെ കർത്താവിനെ കാണും. എന്നെ കാശില്ലാണ്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടുമ്പോൾ ഏശപ്പ കർത്താവ് വന്ന് കൈകാണിച്ച് ചിരിക്കും. അപ്പം എൻ്റെ എല്ലാ വിഷമവും മാറും. അപ്പൊ ഈ മലമ്പുഴയിലെ പ്രവർത്തനങ്ങളെ കുറിച്ചാണല്ലോ പാസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ബാപ്റ്റിസ്റ്റ് സഭയായിട്ട് ബന്ധപ്പെട്ടാണോ നിന്നേ? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയിട്ട് പ്രവർത്തനം ആരംഭിക്കണം. അതിനുശേഷം പിന്നീട് അവിടുത്തെ മലമ്പുഴയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നീട് എവിടെയാ സുവിശേഷ വേലയ്ക്കിലേക്ക് പോയത്? പിന്നീട് പോയത് കുണ്ടുകാട്. അല്ല, അവിടെ ഈ മലമ്പുഴയിലൊക്കെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ പറയാം കേട്ടോ. മലമ്പുഴയിൽ ദൈവം ചെയ്ത അത്ഭുതമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവര് ഈ സൂക്കടായി ഇങ്ങനെ ഇവിടെ ബുദ്ധിമുട്ടായി കൊടുന്നു. അങ്ങനെ എന്തിനാ പറയണേ, ഭക്ഷണം കഴിക്കില്ല, ഇവൾക്ക് എന്ത് കൊടുത്താലും കഴിക്കില്ല, ആകെ പ്രയാസമായി. അങ്ങനെ എന്താ ചെയ്യണമെന്ന് ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്നത്. സ്കൂൾ പൂട്ടിയപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ഈ പിള്ളേരും കൊണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. പട്ടിക്കാട് വന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരുത്തനുണ്ട്, ആന്റണി എന്ന് പറയും. അവൻ സുറൈകാരനാണ്, നല്ല വെള്ള. അവൻ്റെ ജീവിതത്തിൽ അവൻ പാവപ്പെട്ടവരെ സഹായിക്കും. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരൊക്കെ അവൻ സഹായിക്കും. ഇവന് ജോലിയുടെ പണിയാണ് അതിനെ. അപ്പോൾ അവൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എന്താ എന്നെ മാത്രം എന്ന് വിളിക്കുക, എന്താ മാത്രം നിനക്ക് പറ്റിയെന്ന്, ക്ഷീണമായില്ലോ, ഭാര്യയ്ക്കും വലിയ ക്ഷീണമായാലും എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും പറയണ്ട ചങ്ങാതി, ആകെ ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം പറഞ്ഞേ, ഒരു കാര്യം ചെയ്യേ, നമുക്കൊരു ആടെ പോയി കാണാം, കണ്ടിട്ട് അതിന് വേണ്ട മരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനോട് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് നാളെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് ഞാനും ഡ്രസ്സ് മാറി ഇവൻ്റെ വീട്ടിൽ ചെന്നു. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അവൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ രണ്ടാളും പട്ടിക്കാട് സെൻറ്ററിൽ നിന്ന് ബസ് കയറുന്നു, തൃശ്ശൂർക്കുള്ള ബസ്സിൽ. അപ്പോൾ ഈ DD പഠിക്കുന്നത് ബസ് ഇറങ്ങി അവിടെ നിന്ന് നടന്നു പോവാ. നടന്നു പോകുന്ന സമയത്ത് മണിയടി കണ്ടു. അപ്പോൾ ഇയാളോട് പറയണ്ട്, ആൻ്റണി പറയണ്ട്, അവൻ വെള്ളടിച്ചിട്ടുണ്ട്. അതിനോട് പറയുന്നുണ്ട്, ഇവിടുന്ന് ഈ കുന്നാണ് കയറി കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം എത്തി, പിന്നെ അധികം ദൂരമില്ലാന്ന് പറഞ്ഞു. അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു അമ്പലം. ആ അമ്പലത്തിൻ്റെ നടയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും വരിയായിട്ട് ഓരോ ബാഗും സഞ്ചിക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളങ്ങോട്ട് കയറി ചെല്ലുന്ന നേരത്ത് ഈ പൂജാരി പൂജ കഴിഞ്ഞിട്ട് മാതിരി തുറന്നിട്ട് പുറത്തേക്ക് കിടക്കുക, കുടിച്ച് വേഗത്ത് വലിച്ച് ഒരു തോർത്തും കൊണ്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ ഈ ആൾക്കാരൊക്കെ തൊഴുതിട്ട് ദേവി എൻ്റെ അമ്മയെ സഹായിക്കണേ എന്ന് പറയണം. അങ്ങനെ അയാൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നുകൊണ്ട് ഈ സഞ്ചി ബാഗുകളൊക്കെ അയാളുടെ കൊടുത്തു, അതൊക്കെ അകത്തുകൊണ്ട് വെച്ചാണ് അടുത്തന്നെ വീട് ഒരു പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും വല്ല ഇത് കിട്ടിയിട്ട് കൊണ്ടു കൊടുക്കുന്ന സമ്മാനം കൊടുക്കണമെന്ന് വെച്ചു. അതായത് ഈ പൂജയിൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്താ വന്നേന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൻ്റണി പറഞ്ഞു, വന്നത് എന്തെന്ന് ചോദിക്കുന്നത് അതറിയാനാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു
തടുക്കിട്ട് വന്നു, 2 തടുക്കിട്ട് വന്നു. തടുക്കിട്ട് വന്ന് ഒരു പലക വെച്ചു അവിടെ. ആ പലകയിൽ നിറച്ച് കല്ലുകളുണ്ട്. മടിയിൽ നിന്ന് മനുഷ്യരെടുത്ത് അതിന് കവടിയെടുത്തിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടു. ഇട്ടപ്പോൾ ഓരോ കല്ലിലും കവടികൾ കിടക്കുന്നുണ്ട്. അത് എടുത്ത് വേണ്ടി കൂട്ടി കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞതാ, നിങ്ങളുടെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നതാണ്. ഒരു പെൺകുട്ടിയാണ് മുഖേനയാണ് സംഭവം നടക്കണത്. എൻ്റെ അമ്മേനെ ചെയ്തിരുന്നത്. അപ്പം താൻ നശിക്കണം, ഭാര്യ മരിക്കണം, കുട്ടികൾ നശിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നത്. അത് എന്തുട്ടാന്ന് ചോദിച്ചു പോയി. ഞാനൊന്നും ചോദിക്കണ്ട. അപ്പോൾ ഞാൻ ആ നേരമൊക്കെ എൻ്റെ മനസ്സിൽ കർത്താവെ, ഞാൻ വരാൻ പാടാത്ത സ്ഥലത്തുകൊണ്ട് ഞാൻ വന്നേ, എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഇത് എന്താണെന്ന് എൻ്റെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞു മനസ്സിൽ. അതാരും കേൾക്കണില്ല. അങ്ങനെ പറയണ്, ഇങ്ങനെ 3 ബാധ കൊണ്ടാണ് അങ്ങനെ എന്നെ നശിപ്പിക്കണേന്ന്. അപ്പം അത് മാറാൻ എന്താ മാർഗം എന്ന് ഇവൻ ചോദിക്കണം. ചോദിക്കുമ്പോൾ പറഞ്ഞത്, ചോദിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു, ഇത് മാറാൻ വേറെ പണിയൊന്നുമില്ല, ഒരു 4000 രൂപ മുടിക്കാതെ പിന്നെ പൂജ നടത്താം. ആ പൂജ നടത്തിയാൽ ഇത് മാറുന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇഷ്ടമില്ല. അവനെ നിർബന്ധിത്താൽ അവൻ ശരി 4000 രൂപ തരാൻ പൂജ നടത്താൻ പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ കർത്താവോട് പറഞ്ഞു, കർത്താവേ, ഞാൻ വരാൻ പാടാത്തത് വന്ന, എന്നോട് ക്ഷമിക്കണം. പക്ഷെ ഇത് എന്താണെന്നുള്ള എന്നെ വെളിപ്പെടുത്തി തരാൻ എനിക്ക് എൻ്റെ കർത്താവ്. ഇത്ര നാളെ എൻ്റെ കർത്താവ് എന്നെ നടത്തി, എല്ലാ അബദ്ധത്തിനകത്ത് നിന്ന് കൂടി വെച്ചിട്ട്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിങ്ങൾ ഇറങ്ങി പോകുന്നു, അവനും പോകുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, 41 ദിവസം ഹോമം നടത്തും. ഹോമം നടത്തിയിട്ട് 42ാമത്തെ ദിവസം നിങ്ങൾ വന്നിട്ട് കാശ് തന്നില്ലെങ്കിൽ വീട്ടിൽ കോഴി ചാകും. എന്നിട്ടും തന്നില്ലെങ്കിൽ 4 കാലുണ്ടെങ്കിൽ അത് ചാകും. എന്നിട്ടും തന്നില്ലെങ്കിൽ ഭാര്യ മരിക്കും എന്ന് പറയും. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന വശം ഇവരോട് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥിച്ച് എന്തിനാ പറഞ്ഞാൽ ഓരോ ദിവസം ചെന്നതോറും ഓജസ് കൂടി വരിക പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒക്കെ കർത്താവ് കീഴിൽ കാണിക്കുക. അങ്ങനെ എന്തിനും പറഞ്ഞു കൊണ്ട് സുഖം മാറി. 41ാമത്തെ ദിവസവും 50ാമത്തെ ദിവസവും 100ാമത്തെ ദിവസവും ഞാൻ കാണുന്ന കൊടുത്തില്ല. എനിക്കൊരു ബാധയും വന്നില്ല. മനസ്സിലായി? അത് അങ്ങനെ ഒരു സംഭവം മലമ്പുഴയിൽ. പിന്നീട് എവിടെയാ സുവിശേഷ വേല ചെയ്തത്? പിന്നീട് ഞാൻ പോയത് കുണ്ടുകാട്. അവിടുത്തെ അനുഭവങ്ങളൊന്നും പറയാമോ? കുണ്ടുകാട് അത് തൃശ്ശൂർ തന്നെയല്ലേ? വേറൊരാള് പൂമലക്ക് താഴെ കുണ്ടുകാട്. അവിടുത്തെ അനുഭവങ്ങൾ അവിടെ കാന്തോറി മിഷണറി ബാപ്റ്റിസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞൊരു ചർച്ചുണ്ട്. കരിങ്കല്ലോണ്ട് പണിതാണ്. 2 ഏക്കർ 70 സെന്റ് സ്ഥലം, പള്ളിക്ക് സ്ഥലം. അതിൻ്റെ ഉള്ളിൽ 2 ഏക്കർ സ്ഥലമുണ്ട്. 2 ഏക്കർ സ്ഥലം, 2 ഏക്കർ 70 സെന്റ് സ്ഥലമുണ്ട്. ആ പള്ളി കൊമ്പം അതിലൊരു വീടും വെച്ചുണ്ട്. അവിടുത്തെ പാസ്റ്റർ തമ്പി ജോസഫാണ്. തമ്പി ജോസഫ് മധുരയിലുണ്ട് പുള്ളിക്ക്. അപ്പോൾ ഇവിടുത്തെ പണികൾ കഴിഞ്ഞതിന് ശേഷം മധുരയിലും പണി ആരംഭിച്ചു, സുവിശേഷ ആരംഭിച്ചു. അങ്ങനെ ഈ തമ്പി ജോസഫ് മുഖേന ഞാനിവിടെ വരണം. ഇവിടെ വന്ന് അവിടെ പാസ്സാച്ചിരിക്കുന്നു. ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് എനിക്ക് മാസത്തിലൊരിക്കൽ മധുരയ്ക്ക് പോകണം. കാരണം അവിടുത്തെ സഭയിലെ ഗവേണിംഗ് കമ്മിറ്റിയിലെ മെമ്പറാണ് ഞാൻ. അപ്പോൾ അവിടെ മാസത്തിലൊരിക്കൽ ഞാൻ ചെല്ലണം. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സഭയിലാണെങ്കിൽ എനിക്ക് എൻ്റെ പ്രവർത്തനം ഇങ്ങനെയാണെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ വിസിറ്റിങ്ങാണ്. ഒരു വേറൊരു ആളും അർത്ഥം നോക്കലൊന്നുമില്ല. ഭാര്യ 2ാമത് പ്രസവിച്ചിട്ട് ഇരട്ട കുട്ടികളായിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഭാര്യനും കൊണ്ട് പോകണം നിർബന്ധമാണ്. ഇരട്ട കുട്ടികളാണ് പ്രസവിച്ച് കിടക്കുന്നതെന്ന് നേതാക്കന്മാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം ഇവിടെ പോകണം വിസിറ്റിങ്ങിന്. അങ്ങനെ ഒരു 6 മാസമായപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയും ഇരട്ട കുട്ടികളും ഞങ്ങൾ 2ആളും കൈ പിടിച്ചിട്ട് വിസിറ്റിങ്ങിന് പോകും. അപ്പോൾ കൊച്ചുങ്ങൾക്ക് വിശന്നിട്ട് കരയുമ്പോൾ റോഡ് സൈഡിലാണെങ്കിലും മരത്തിൻ്റെ ചുവട്ടിരുന്ന് വീട് പാല് കൊടുക്കും. അപ്പോൾ വഴി പോണ ആൾക്കാർ കാണുന്നത് പറയാ, അയ്യോ പട്ടി കുട്ടികളും മുല കുടിക്കുന്ന പോലെ എന്ന് പറയും. കാരണം 2 പേര് ഒരുമിച്ചായിട്ട് കുടിക്കണേ, ഒറ്റയ്ക്ക് കൊടുത്താൽ കുടിക്കില്ല.
രണ്ടുപേരും ഒരുമിച്ച് കുടിക്കണം. അപ്പം അങ്ങനെ പറയാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുന്നത്, സങ്കടം ദുഃഖമൊന്നുമില്ല. കാരണം കർത്താവിൻ്റെ പേരില്ലേ, അത് മെയിൻ വിഷയം. അങ്ങനെ അവിടെ അങ്ങനെ ആയി പോയിക്കൊണ്ടിരിക്കണം. ഈ അങ്ങനെ ഒരു ദിവസം മധുരയിൽ പോയിട്ട് ഞാൻ രാത്രി അവിടുന്ന് പുറപ്പെടും. അവിടുന്ന് രാത്രി പുറപ്പെട്ടിട്ട് വെളുപ്പിനെ തൃശ്ശൂരെത്തും. തൃശ്ശൂരിൽ നിന്ന് ഞാൻ ഒരു ഓട്ടം വിളിച്ച് കുണ്ടുകാട് വരും. കുണ്ടുകാട് വരുമ്പോൾ എൻ്റെ ആ മാസത്തെ എൻ്റെ പോക്കും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ കുണ്ടുകാട്ടിലേക്ക് തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞെങ്കിൽ 100 രൂപ ഓട്ടോറിക്ഷ കൂലി. പിന്നെ വേറെ മറ്റു ചെലവുകളൊന്നും. അങ്ങനെ ഒരു ദിവസം ഞാൻ വരുമ്പോൾ അത് കഴിച്ച് പൂട്ടിണ്ടായിരുന്നു. ഇവിടെ പൂട്ടിണ്ടായിരുന്നു. അപ്പം ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ വന്ന് ഗേറ്റ് തുറന്നു. താക്കോലെൻ്റെ എന്നിട്ട് ഇവിടെ വേഗം പോയി കൊച്ചിനെ മറ കൊടുക്കാനായിട്ട് പോയി. അപ്പം എനിക്കൊരു പട്ടി വെളുത്തുണ്ട്, ജിമ്മിന്ന് പറഞ്ഞൊരു നായനെ വെളുത്തുണ്ട്. ആ നായ കുറച്ച് വിടുങ്ങി എൻ്റെ ഒച്ച കേട്ടപ്പോൾ. അപ്പോൾ ശബ്ദത്തിൽ കുറയ്ക്കുമ്പോൾ അടുത്തുള്ള ആൾക്കാർ പറയും, ആ ഇപ്പോൾ പാഷയുടെ വന്നിട്ടുണ്ട്, അതാ നായ കുറയ്ക്കണേന്ന് പറയും. ഞാനങ്ങനെ അകത്ത് വീട്ടിൽ കടന്നു. വീട്ടിലേക്ക് വന്നു. ഇവിടുന്ന് ഏതാണ്ട് 10 ദൂരമുണ്ട് ഗേച്ച് കടന്നിട്ട് വീട്ടിലേക്ക്. അവിടുന്ന് 2 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ പല്ല് നിറ്റാം. അപ്പം ഞാൻ വീട്ടിലേക്ക് കയറുന്ന നേരത്ത് പട്ടി ഇങ്ങനെ കുറച്ചുകൂട്ടി ഇരിക്കാം. ഇവിടെ വന്ന് വാല് തുറന്നു. ഞാൻ അകത്തേക്ക് കിടന്ന് വാലടക്കാൻ നോക്കിയപ്പോൾ തിരിഞ്ഞ് വാലടക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഈ വാതിലിൻ്റെ മറയിൽ അതുപോലെ മൂലയ്ക്ക മരിച്ചുപോയ ലിസി. ആ അപ്പം ഞാൻ അവിടെ ചോദിക്കുന്നു, ഇതെന്താണ് നീ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കാൻ. ഞാൻ അല്ല, ആരാ മരിച്ചുപോയത്? ആരായിരുന്നു? ഒരു ലിസി. ലിസി ലിസി എന്ന് പറഞ്ഞൊരു പെണ്ണ് ബന്ധുക്കാരിക്കാ നിൽക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഇവിടെ നിൽക്കണേന്ന് ചോദിച്ചത്. പാസ്റ്റർക്ക് പേടിയുണ്ടെന്ന് അറിയാൻ വന്നതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ തോന്നിയിട്ടുണ്ട്, ഈ റോസിൽ ഇങ്ങ് വന്നേന് ഇതേ നമ്മൾ ലിസി നിൽക്കണ്ടെന്ന് പറയുന്നത്. ഞാൻ പേടിയൊന്നുമില്ല എനിക്ക്. പ്രേതാണ് ഭൂതാണ് എന്തൊന്നും എനിക്ക് പേടിയൊന്നുമില്ല. ഇവിടെ വന്ന് നോക്കിയപ്പോഴേക്കും സാധനം പോയി. അപ്പോൾ ഇവിടെ ചോദിച്ചാൽ അത് എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ മരിച്ചുപോയ ആൾക്കാരെ പ്രേതാന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. അത് പ്രേതമല്ല, മരിച്ചുപോയ ആൾക്കാരെ പ്രേതമല്ല, അത് ലൂസിഫർ എടുക്കുന്ന അടപടമാണ്. അത് ഈ ലൂസിഫറാണ് കർത്താവിൻ്റെ അടുത്ത് പരീക്ഷിക്കാൻ ചെന്നത്. യോബിനെ പരീക്ഷിക്കാൻ പോയത്. അതുപോലെ പല ആൾക്കാരും പരീക്ഷിച്ചത് ഈ ലൂസിഫറാണ്. അവൻ മരിച്ച ആൾക്കാരെ പറയാതല്ല, ആ അടവ് എടുത്ത് കാണിക്കും. അങ്ങനെ വരുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പിന്നെ ആ വിഷയം അവിടെ വിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പള്ളി പഠിക്കില്ല കുറച്ച് ആൾക്കാർ വേണ്ടി പാസ്റ്ററെന്ന് വിളിക്കണം. അപ്പോൾ ഞാൻ ടോർച്ചടിച്ച് പള്ളി പഠിക്കലേക്ക് ചെന്നു. അപ്പോൾ സഹോദരന്മാരാ, എൻ്റെ സഹോദരാന്ന് ചോദിച്ചു. പാസ്റ്റർ ഒന്ന് വരണം, നമ്മുടെ ശാന്ത സഹോദരിക്ക് സുഖമില്ല, ഒന്ന് അവിടെ നല്ല വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ വന്നുണ്ടോ, ഒന്ന് ഫ്രഷ് ആയിട്ടില്ല, നാളെ ഞാൻ വന്നാൽ മതി. അല്ല ഇപ്പം തന്നെ വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടോട്ട് പറഞ്ഞടി, ഞാൻ അവിടെ മല പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പള്ളി കോമ്പൗണ്ടിൻ്റെ പള്ളിയുടെ കയ്യാല നല്ല ഹൈറ്റിൽ കയ്യാല കെട്ടിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് ചവിട്ടുപൊഴിയുണ്ട്. ഈ ചവിട്ടുപൊഴി കൂടി കുറച്ചായിട്ട് പോയി ഒരു 3-4 വീടിൻ്റെ പറമ്പ് കൂടെ കടന്നാൽ ഈ വീട്ടിലേക്ക് എത്തും. അങ്ങോട്ട് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ ജനങ്ങൾ കൂടിയിരിക്കുന്നുണ്ട്. ഹിന്ദുക്കളുണ്ട്, രക്ഷിക്കപ്പെടാത്തവരുണ്ട്, രക്ഷിക്കപ്പെട്ടവരുണ്ട്, പല ജാതികളുണ്ട്, പല ആൾക്കാരുണ്ട് അവിടെ. അവിടെ വന്നപ്പോൾ ഞാൻ ചെന്ന് ആ വീട്ടിൽ കയറി ചെന്നപ്പോൾ ഈ അവരുടെ മോൻ എനിക്കൊരു കസാര ഇട്ട് വന്നു. ഈ പ്ലാസ്റ്റിക് ചെയർ പട്ട കസാരയില്ല, അത് ഇട്ട് വന്നു. ആയിട്ട് വന്ന് അതിലിങ്ങനെ ഇരിക്കുമ്പോൾ ഈ പെണ്ണ് അവിടുന്ന് വന്ന് ഇവിടെ ഇരുന്നിട്ട് എൻ്റെ കാരണത്തോടെ എനിക്ക് തല വെച്ച് കെടുക്കുക. ഞാൻ കൊടുത്തില്ലാട്ടി. അങ്ങനെ അവിടെ ഒരിക്കലും അങ്ങനെ ചെയ്യാത്തതാ. അപ്പോഴാണ് അവർ പറയുന്നത്, പക്ഷേ അവൾക്ക് ബോധം കയറിയിട്ടുണ്ട്. ഇന്ന് കാലത്ത് നമ്മുടെ കൊച്ചപ്പൻ്റെ ചെറുത്തടിച്ചിട്ട് 2 പല്ല് പോയി എന്ന് പറയുന്നു. അപ്പോൾ ഇവള് ഭയങ്കര ഒച്ചപ്പാടും ബഹളുണ്ടാക്കിയിട്ട് നിൽക്കണത് എന്നോട് ചോദിച്ചു. നമ്മളോട് ചോദിച്ചേ, നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു ഇവിടെ ഞാൻ ചോദിച്ചു. അപ്പം അവള് പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ഇന്നലെ പാസ്റ്റർ കണ്ടു. അപ്പം ഇവള്
ശാന്ത എന്നാണ് അവളുടെ പേര്. അപ്പം ഈ ശാന്ത നീ എന്തൊരു വൃത്തികേടെ കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പറഞ്ഞു ഞാൻ ശാന്തല്ല, ഞാൻ ദിശയാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ചോദിച്ചു ഇന്നലെ നീ എവിടെയായിരുന്നു ഞാൻ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പാർശ്വ വീട്ടിൽ വന്ന് പേടിയിലൊന്ന് അറിയാനായിട്ട് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ഇത് ഇവിടെ പാർശ്വ കൊണ്ടൊന്നും നടക്കില്ല, 500 കൊണ്ടുപോയി 500 പള്ളിയിൽ പോയി ആനടിക്കണം എന്നാലത് മാറുമ്പോൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇന്നിപ്പോൾ ഈ നേരത്തെ ഇവിടെ ഒന്നും നടക്കില്ല, നാളെ കാലത്ത് 10 മണിയാകുമ്പോൾ പള്ളിയിലേക്ക് കൊണ്ടുപോകാം, അവിടെ പള്ളിയിലേക്ക് കൊണ്ടുപോകാം, പള്ളിയിൽ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ബൈബിൾ സ്കൂളിൽ പോകുമ്പോൾ സാത്താനെ പുറത്താക്കണ കാര്യം ഇതൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, പഠിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വല്ലാത്ത വേല കർത്താവെ ഞാൻ ഇനിയിപ്പോൾ നാളെ എന്താ ചെയ്യും, നാണക്കേടാകും തന്നെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ വരിക. ഈ ഞാൻ വരുമ്പോൾ ഞാൻ തന്നെ ഉണ്ടോ, മറ്റൊരു ആദ്യം എൻ്റെ കൂടെ വന്നില്ല. അപ്പം ഞാൻ വരുമ്പോൾ ഒരു 12 മണി 1 മണിയായി. അപ്പം എൻ്റെ പുറകിൽ കുറേ ആൾക്കാർ നടന്ന് പറഞ്ഞ ഒച്ച പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ പറഞ്ഞേ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല, ഈ ഒച്ചപ്പാടും ഉണ്ടാക്കി പറഞ്ഞാലും ഞാൻ മുമ്പേ നടന്ന് പോകൂടെ എന്ന് ഞാൻ പറയുന്നേ. അതിനും ഒരു ഒച്ചപ്പാടുമില്ല. അങ്ങനെ അവിടെ നിന്ന് നടന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പള്ളിപ്പടിക്ക് എത്തി. ഞാൻ ഗേറ്റ് തുറക്കാനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ പോവാം, നിങ്ങൾ പോകണേ പൊക്കോ അതും പറഞ്ഞ് ഞാൻ വായ തുറന്ന് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ നായ അങ്ങോട്ട് തുടങ്ങി കൊല. എൻ്റെ പൊന്നെ നായ കുറച്ച് ആകെ പെശകായി. അപ്പോഴേക്കും ഞാൻ വീട്ടിലേക്ക് കയറി ഇരുന്നു. ഇവളോട് വീതം പറഞ്ഞു ഞങ്ങളെ പോകുന്നു. കിടന്നു, കുളിച്ചിട്ട് ഒന്ന് കിടന്നു, ഉറങ്ങിയില്ല. നാളെ കാലത്ത് 10 മണിക്ക് കൊണ്ടിരുന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ. ഞാൻ ബൈബിളൊക്കെ എടുത്ത് വായത്തിൽ പിടിച്ചപ്പോൾ ഒക്കെ നോക്കി പിടിച്ച് യേശു കർത്താവ് അങ്ങനെ ഭൂതത്തെ പുറത്താക്കണ ആ വിഷയം എടുത്ത് വായിച്ച് നോക്കിയത് പ്രാർത്ഥിച്ചു ധ്യാനിച്ചു അവിടെ കൊടുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നിട്ട് ഈ ഭൂതം കയറിയ ശാന്തേനെ കൊണ്ട് അവളുടെ ആൾക്കാരും കുറേ ആൾക്കാർ ഒരു കൂട്ടം ജനങ്ങൾ കൂടിപ്പള്ളിരുന്ന് കയറി വരുന്നു. എനിക്ക് വയലെത്തിട്ട് പോയില്ല. അത് പോവാൻ മാറ്റാൻ പറ്റിയില്ലെങ്കിൽ നാണക്കേടല്ലേ. കർത്താവെ എന്നെ രക്ഷിക്കണം, കർത്താവ് ഈ ഭൂതത്തെ മാറ്റി കൊടുക്കണം, എന്നാലേ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നാട്ടിൽ നിൽക്കാൻ കളി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു കർത്താവിനോട്. അപ്പോഴും ഈ കരികാലത്തിൽ ഇങ്ങനെ തിരിച്ചുള്ള കാണിക്കലാണ്. പക്ഷെ എനിക്ക് ചില വിവരങ്ങൾ വരുന്നുണ്ട്, ഓരോ ഇത് ഓർമ്മയിൽ വരുന്നുണ്ട്. അത് അവിടെ ചെന്ന വശം പള്ളി തുറന്ന് ഞാൻ ഇവരെ അകത്ത് കയറാനിരുത്തി. പള്ളി പണിതുമ്പോൾ കരിങ്കല്ലുകൊണ്ട് പണിതിട്ടുള്ളത്. കരിങ്കല്ലിൽ പണിതിട്ട് ഭിത്തിയിൽ ആണി വെച്ച് അടിച്ച് അതിൽ ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുക ഈ ക്ലോക്ക്. അത് എനിക്ക് കയ്യെത്തുന്ന ചാടിയത് എനിക്ക് കയ്യെത്തുന്നു. പുളിപ്പിച്ച് നല്ല പുളിപ്പിച്ച് ഇവര് ഞാൻ പുളിപ്പിറ്റൊരു കാഞ്ഞത്തിൻ്റെ വണ്ണം കൊണ്ടൊരു പടിയുണ്ട് സൺഡേ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. കുറുമ്പ് അടിക്കുമ്പോൾ അടിക്കാൻ പേടിപ്പിക്കാനായിട്ട് ഒരു വടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വടി എടുത്ത് കൊണ്ടുവന്ന് ഈ മേശരമ വെച്ചു. ഞാൻ പള്ളിയിൽ ആ കസാരൻ്റെ ഇരുന്നു. അവരൊക്കെ ഇരുന്ന് വട്ടം കൂടി ഇരുന്ന് പാട്ട് പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പാടി പ്രാർത്ഥിച്ചും പാടിയും ഇരിക്കുന്ന നേരത്ത് ഇവളും കൂട്ടത്തിൽ പാട്ട് പാടുന്നുണ്ട്, കൈകൊട്ടുകാരുണ്ട്, സ്വതം പറയുന്നുണ്ട്, കഥ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വേദവസം വൈകുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി സാത്താൻ ദൈവസന്നിധിയിൽ പോകാനും പോയാലും വലിയതല്ലത് ഇവിടെ കാണിക്കുന്ന സാത്താൻ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് വലിയ വിഷയമായിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു പാട്ട് പാടാന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം ഒരു പാട്ട് പാടി. ആ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ പാടിയ എല്ലാവർക്കും എനിക്കും അതൊരു പ്രചോദനമായി. ആ പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ അവളോട് പറഞ്ഞു പിന്നെ നീ എങ്ങനെ നീ ശാന്തരത്തേക്ക് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഞങ്ങൾ എൻ്റെ കൂട്ടുകാരികളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് രാത്രി ഇങ്ങനെ പോകും. അതിക്ക് മുമ്പ് ഇവിടെ വേറൊരു കാര്യം പറഞ്ഞു. ഇവള് പെന്തോസുകാരാണ്. ഇവളുടെ അപ്പൻ വെള്ളം അടിച്ച് വന്നിട്ട് ഒച്ചപ്പാടും പകർന്നുണ്ടാക്കും, അടിക്കുകയൊക്കെ ചെയ്യും. അപ്പം ചില സമയത്ത് അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ഇവർ എൻ്റെ വീട്ടിൽ വന്ന് കിടക്കുക. ഈ പെണ്ണും അതിൻ്റെ ചെറിയ കൊച്ചും അമ്മയും കൂടി വന്ന് ഇവിടെ വീട്ടിൽ എടുക്കും.
അങ്ങനെ പല വട്ടം ഉണ്ടായില്ലേ. ഒരു ദിവസം അതുപോലെ സന്ധ്യ നേരത്ത് വന്ന് കരഞ്ഞിട്ട് ഈ പെൺകുട്ടി അമ്മയും വന്നിട്ട് പറഞ്ഞു പുസ്തകം മേടിക്കാൻ കാശില്ല, അപ്പച്ചൻ തരുന്നില്ല കാശ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് കാശ് കിട്ടുന്നത് പുസ്തകം മേടിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ പറയണം, മനസ്സിലായ. അപ്പം ഞാൻ പറഞ്ഞു ശാന്ത നീ എന്താ നീ ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ ശാന്തല്ല എന്ന് പറഞ്ഞില്ലേ, ഞാൻ രസിനി എന്ന് പറഞ്ഞോളൂ. അപ്പം നീ എങ്ങനെ മരിച്ചേ എന്ന് പറയാം. അപ്പോൾ ഇവിടെ പറയുന്നേ ഞാൻ അപ്പം തല്ലി കഴിഞ്ഞപ്പോൾ പഠിക്കാൻ പോകണ്ട, നീ വന്ന് പണിക്ക് പോകുന്ന പറഞ്ഞ് പാറമണയിൽ മെട്ടടിക്കാൻ പോയി. മെട്ടടിക്കാൻ പോകുമ്പോൾ എല്ലാവരും എന്നെ സഹായിച്ച് അങ്ങനെ ശനിയാഴ്ച ആകുമ്പോൾ എനിക്ക് കാശ് നല്ലോണം കിട്ടും. അപ്പം പിന്നെ പഠിക്കാൻ പോകാൻ ഇഷ്ടമുണ്ടായി തുടങ്ങി. അങ്ങനെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടനായിട്ട് ഞാൻ പരിചയപ്പെട്ടു. അങ്ങനെ പണി കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ ഈ ചേട്ടനും ഞാനും തേക്കുംകൂപ്പിലാണ് പാറമട. ഈ ചേട്ടനും ഞാനും വർത്തമാനം പറഞ്ഞ് കുറേ നേരം ഇരിക്കും. ചിലപ്പോൾ ഞങ്ങൾ ശരീരമായിട്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ നേരം വെച്ച് ചെല്ലുമ്പോൾ അമ്മ ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നുണ പറയുമെന്ന് പറഞ്ഞു. ഒരു ദിവസം ശരീരബന്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പാമ്പ് കടിക്കുന്നത്. പാമ്പ് കടിച്ച് ഇവള് വേഗം എനിക്ക് നടക്കണം, കുറച്ച് നടക്കുമ്പോഴേക്കും വീണു. അവൻ സ്ഥലം വിട്ടു. വീണ് ഒരു നെല്ലോട് നെടിച്ചാട് വീണു റോട്ടിൽ. ആൾക്കാർ കണ്ടിട്ട് അത് വീട്ടിൽ നിന്ന് വിവരം പറഞ്ഞ് അവർ വന്ന് കൊണ്ടുപോയി. ആട് മരിച്ചു. 8 അടി നോക്കണ കടിച്ചത്. ആ മരണം വരെ വിവരം പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണെങ്കിലും അപ്പം ഞാൻ ചോദിച്ചു നീ അപ്പം ഇത്ര നാൾ എവിടെയായിരുന്നു ഞാൻ ചോദിച്ചു. ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് ഇങ്ങനെ നടക്കും, റോട്ടിലൂടെയൊക്കെ പോകും ആൾക്കാരെ കാണാൻ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ ശാന്ത ചേച്ചിനെ കൊണ്ടു. അപ്പോൾ ശാന്ത ചേച്ചിയുടെ കൂടെ കൂടിയാൽ എനിക്ക് മറ്റുള്ള ആൾക്കാർക്ക് പരിചയപ്പെടാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചിട്ട് ശാന്ത ചേച്ചിയുടെ കൂടെ കൂടി. ശാന്ത ചേച്ചി ഒരു ദിവസം രാത്രി അന്നൊന്നും കുടിമുറികളില്ല, ആൾക്കാർക്ക് ആ പരിസരത്തെ കുടിമുറികളില്ല. ആണും പെണ്ണൊക്കെ രാത്രി ആകുമ്പോൾ ഒരു തോന്നുമ്പോൾ എടുത്ത് പരിവർത്തനം വെച്ചിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കുടിക്കുന്ന പണി. അപ്പം അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശാന്ത ചേച്ചി തലയിൽ വെള്ളം കുഴിച്ച് സോപ്പിട്ട് തച്ചുകൊണ്ടിരുന്നത് ഞാൻ പിന്നീട് പോയിട്ടൊന്ന് ഞോണ്ടി തിരിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഒച്ച ഉണ്ടാക്കി. അപ്പോൾ ചേച്ചി പേടിച്ചു. അങ്ങനെ ഞങ്ങൾ കയറി. ഞാൻ കയറിയെന്ന് പറഞ്ഞു. അത് ശരി, അപ്പം നീ കയറിയല്ലേ, എന്നിട്ട് നീ പിന്നെ എന്തിനാ ഇവിടെയുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞു എനിക്ക് ഇവിടെയുള്ള ആൾക്കാരെ ഒന്ന് കാണണ്ടായി, അതിന് വേണ്ടി വരുന്നതാന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ എന്ത് ചെയ്തു, ഈ കയറി കഴിഞ്ഞതിന് ശേഷം എന്നോട് വിവരം പറഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു പിന്നെ നീ ഇനി പോകാൻ കണ്ടോണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇന്നൊന്നും പോയില്ല, ഇപ്പൊന്നും പോയില്ല. വെളുപ്പിന് 3 മണിയാകുമ്പോൾ പള്ളി പഠിക്കാൻ എൻ്റെ കൂട്ടുകാരൊക്കെ വരും. അത് വരുമ്പോൾ ഞാൻ അവരെ കൂടെ പോകാൻ, അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാന്ന് പറഞ്ഞു എൻ്റെ പെണ്ണെ. അപ്പം ഈ 3 മണി വരെ ഇനി ഇവിടെ പള്ളിയിൽ ഇരിക്കണ്ടേ. എന്താ പറഞ്ഞാൽ പാട്ട് പാടലും വേദവസം വായിക്കലും പ്രാർത്ഥിക്കലൊക്കെ ന്യായമായി. പിന്നെ ഞാൻ ചോദിച്ചു ഇനി നീ അങ്ങനെ പോണേന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിൽ പോകുന്നു പറഞ്ഞു. അപ്പം ഈ ചൂടുകൊണ്ട് ഒരു പട വിളിച്ചു ഞാൻ. എൻ്റെ വീടിൻ്റെ അപ്പനും അമ്മയും കൊച്ചുകുട്ടികളടുത്ത് നീ പോണേന്ന് ചോദിച്ചു. അപ്പം ഇവിടെ അതല്ല എൻ്റെ വീട് എന്ന് പറഞ്ഞു ഓടും ബഹളിട്ടു. എനിക്ക് പേടിപ്പിക്കണമാരെ, എന്നെ പേടിപ്പിക്കണമാരെ. പിന്നെ ഏതെൻ്റെ എൻ്റെ വീട്, എൻ്റെ കുഴിമാടൻ എൻ്റെ വീട്. അത് മുമ്പ് പറയണ്ടേ, ഞാൻ പറയുന്നേ. എനിക്കൊന്നും അതറിയോ? അറിയൂല. അങ്ങനെ ഇവിടെ കുഴിമാടത്തെ വീടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞ് പിന്നെ ഞാൻ ചോദിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ മറ്റുള്ള ആൾക്കാരോട് പരിചയമുള്ള ആൾക്കാരൊക്കെ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇരിക്കണം പള്ളിയിലുള്ളിലെ അവരോട് ഓരോ വിശേഷങ്ങൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭൂതം കയറിയ ഞാൻ തന്നെ ഈ വിശേഷങ്ങൾ ചോദിക്കണം. ആൾക്കാരാകെ അന്തം വിട്ടിരിക്കും. അപ്പോൾ ആൾക്കാരെ ചിന്ത എന്നറിയോ, ഇനി ഈ ഭൂതം ഇറങ്ങി പോണത് കണ്ടിട്ടാണെങ്കിൽ നമുക്ക് പോകണ്ടോ അത് പറഞ്ഞ ഒരു ഒറ്റ വാശി. ഞാനത് ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ അതേ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പുറത്തിറങ്ങിയിട്ടില്ല, വെള്ളം കിട്ടിയിട്ടുമില്ല. ആകെ വിഷമിച്ചിരിക്കുക. അപ്പോൾ എന്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇനി പോകേണ്ട കാര്യം വല്ലതും വകുപ്പുണ്ടാക്കിയെന്ന് ചോദിച്ചു. പറഞ്ഞു സമയമായോടി എന്നെ അടിച്ചു വിടുന്നു പറഞ്ഞു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ ഒച്ചപ്പാടും വേറെ ഉണ്ടാക്കിയിട്ട് എന്നെ കൈ പോങ്ങിയും വരികയാണ് അടിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കൈമെല്ലാം പിടിച്ചു. കൈമെല്ലാം പിടിച്ചെടുത്തിട്ട് ഞാൻ മുടിക്കുത്തിയിൽ പിടിച്ചു. മുടിക്കുത്തിയിൽ പിടിച്ചിട്ട് മുടിമേ അങ്ങനെ ചുറ്റി പിടിച്ചിടുന്നു. ഇവിടെ എൻ്റെ കൈമ ഞണ്ടു. ഞാൻ പരത്തിൽ പിടിച്ചു. നല്ല ഹെൽത്തി ബോഡി എൻ്റെ അന്ന് ചെറുപ്പം. ഇവിടെ എൻ്റെ കൈമിൽ ഞണ്ടു. ഞാൻ കൈ അതിയില്ല, പൊന്തി എൻ്റെ പൊക്കി തന്നെ വെച്ചു. അങ്ങനെ അവസാനം നോക്കിയപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നത്, ആദ്യം പറയുന്ന പോലെ ആ മുടി ഒരു കെട്ടിടാൻ
മുടി ഒരു കെട്ടിട. ആ ആ ആ ശബ്ദങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. കെട്ടിട്ടുണ്ടെന്നില്ല അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആ പിന്നെ മുടി കെട്ടിയിട്ടു. കെട്ടിട്ട് എന്നെ വിടേ എന്ന് പറഞ്ഞിട്ടുണ്ട്. വീടിന് എന്നിട്ട് വിളി. ഞാൻ ഇതൊന്നും ചെയ്തില്ല, കെട്ടൊന്നും അഴിച്ചില്ല. അവിടുന്ന് കുറേ കഴിഞ്ഞപ്പോൾ സമയം ഒരു 12 മണി 1 മണി പാട്ട് പാടി പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന നേരത്തെ ഇവിടെ പറഞ്ഞു എനിക്ക് പോകേണ്ട സമയമായി, ഞാൻ അയച്ചു വിടുന്നായോ ഓടി വിടും ബഹളമൊക്കെ ആയി. അങ്ങനെ എന്തിനാ പറയുന്നത്, തന്നെ ഞാൻ അഴിച്ചു വിടാം, പക്ഷെ പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിക്കണ്ടേ ഞാൻ തന്നെ വിടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു മരത്തിൻ്റെ കൊമ്പൊടിക്കണം തെങ്ങിൻ്റെ പട്ടൊടിക്കണം ചോദിച്ചു. പള്ളിയുടെ ഉള്ളിൽ മരമില്ല തെങ്ങൂല ഒന്നുമില്ല. ഞാൻ ഫിളിപ്പിട്ടൊരു ക്ലോക്ക് ഇരിക്കുന്നുണ്ട്. ആ ക്ലോക്ക് നീ വലിച്ചെറിയണം. അപ്പോൾ പൊട്ടിയില്ലെന്ന് ചോദിച്ചു. പൊട്ടി ഞാൻ നന്നാക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ ആൾക്കാരെ കേട്ടിങ്ങനെ ഫുൾപ്പിറ്റിൻ്റെ അവിടേക്ക് എല്ലാവരും നോട്ടൊക്കെ എനിക്ക് വന്ന് ഫുൾപ്പിറ്റിൻ്റെ അവിടെ വന്ന് ഭക്ഷണം നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞേ അങ്ങനെ നിങ്ങൾ ഭക്ഷണം നിൽക്കല്ലേ, വഴി ഒഴിഞ്ഞിട്, നട ഒഴിച്ചിട്, നട മുമ്പിലത്തെ വാതിലും തുറന്നിടാൻ പറഞ്ഞു. ഇതൊന്നും എനിക്കറിഞ്ഞില്ല, ഇങ്ങനെ ചിന്തന മനസ്സിൽ വരുന്നതാ. അങ്ങനെ നമ്മൾ ഒരു ചാട്ടം ചാടിയപ്പോൾ ക്ലോക്ക് ഒരു ചാട്ടം ചാടി ക്ലോക്കുമ്പോൾ ഒരു ഇടി ഇടിച്ചപ്പോൾ ക്ലോക്ക് ഇങ്ങനെ കറങ്ങി ഭിത്തിയിൽ ഒരു 1/2 ഇഞ്ച് താഴ്ചയിൽ റൗണ്ട് ഭിത്തിൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു ക്ലോക്ക് വലിച്ചിട്ട് എറിയാൻ പറഞ്ഞു. ഞാൻ ഇവിടെ പിന്നെയും കുറെ അമാന്തിച്ച് നിന്ന് ചാടി ക്ലോക്ക് പിടിച്ച് വലിച്ചു ഒരു എറിഞ്ഞു താഴ്ത്തേക്ക്. ഞാൻ എറിഞ്ഞ വശം ഞാൻ ക്ലോക്ക് മിൽക്ക് നോക്കുക. അപ്പോഴേക്കും ഇവിടെ മലക്കം കെട്ടി വീഴാൻ പോകണം. അപ്പം ഞാനും വേറൊരാളും കൂടിയിട്ട് പിടിപ്പിൽ നിന്ന് ഇവിടെ പിടിച്ചു. താഴെ പൊട്ടി കുഴപ്പമുണ്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവൾക്ക് വെള്ളം കൊടുത്തു. അവൾക്ക് ബോധം കയറി തരുന്ന അവൾക്ക് ഓർമ്മയില്ല, ഒന്നുമില്ല. അങ്ങനെ ഈ സാധനം വീണ വശം ഒരു ഭയങ്കര ഓടും പാടത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഈ നടയിൽ കൂടി ഒച്ച പോണ്ട് നമുക്ക് കേൾക്കാം. വാതിൻ്റെ കൂടി നട പോയി. അങ്ങനെ അത് കൊണ്ടുകാട്ടിത്ത അത്ഭുതം. പിന്നീട് പാസ്റ്റർ ഏത് സ്ഥലത്തേക്കാണ് പോയത്? പിന്നെ അവിടുന്ന് ഞങ്ങൾ കുണ്ടുകാട്ടിൽ നിന്ന് പിന്നെ പോയത് വയനാട്. അവിടെ ചെന്ന് ആരംഭിച്ചു. 10 പൈസ കഴിഞ്ഞില്ല. ഞങ്ങൾ വയനാട് പോകണത് എങ്ങനെയാണെങ്കിൽ ഒരു കാറിൽ ഞാൻ എൻ്റെ ഭാര്യയും 2 പെൺപിള്ളേരും മാത്രം പോണേ. ആൺപിള്ളേരും കൂടി 4 ആൾ കൂടി പോണേ. 6 ആൾ. 2 പായും തലവണിയും ഒരു 3-5 പ്ലേറ്റും ചട്ടിയും കടയൊക്കെ ആയിട്ട് കാറിലെടുത്തിട്ട് പോകണം. അവിടെ ചെന്ന് വീട് വാടകയ്ക്ക് എടുത്തിട്ടാണ് അവിടെ പോകണം. അവിടെ ചെന്ന് 1 മാസം ചെലവഴിയുള്ള കാശ് കയ്യിലുണ്ട്. അങ്ങനെ അത്യാവശ്യം ചെലവ് ചെയ്ത് ഞാൻ ബസ്സിന് പോകും. എപ്പോഴും ട്രാക്റ്റും കൈ പിടിച്ച് പോകും. പല ആൾക്കാരെ കാണും, വീടുകളിൽ ചേറും, പ്രാർത്ഥിക്കും, ട്രാക്ട് കൊടുക്കും, രക്ഷ കുറിച്ച് പറയും. അങ്ങനെ ആയി ഒരു ദിവസം ഞങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാനായിട്ട് കഞ്ഞി വെച്ചു. 4 അരി ഉണ്ടാവും. അത് കഞ്ഞി വെച്ചു. 4 അരി വൈകുന്നേരത്തേക്ക് വിളിച്ച് വെച്ചു. ആ കഞ്ഞി വെച്ചത് എങ്ങനെയാണെങ്കിൽ എൻ്റെ മൂത്ത മോൻ്റെ സ്വഭാവം എങ്ങനെയാണെങ്കിൽ പിള്ളേരെ 4 ആളെയും കൂട്ടിപ്പിടിച്ച് ആ മക്കൾ നമുക്ക് പോകാന്ന് പറഞ്ഞ് സ്കൂളിൽ പോകുമ്പോഴാണ് കൊണ്ടുപോകാൻ. രണ്ടാമത്തെ സ്വഭാവം എങ്ങനെയാണെങ്കിൽ എന്ത് ഭക്ഷണം കഴിക്കുന്നത് എല്ലാവർക്കും ഒപ്പം വേണം, ആർക്കും കൂടുതലും കുറവും പാടില്ല. മൂന്നാമത്തെ പെൺകുട്ടിയാണെങ്കിൽ ഈ രണ്ടാമത്തെ കൂടെ പ്രസവിച്ച പെൺകുട്ടി അവളുടെ ചിന്താഗതി എന്ത് വിഷമം ഉണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും അവൾക്ക് പൊട്ടിച്ചിരിക്കുള്ളൂ. ഏറ്റവും താഴെ പെൺകുട്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും. അങ്ങനെ 4 മക്കളുടെ സ്വഭാവം. ആരാധന കഴിഞ്ഞ് വന്നു. ഈ ഉള്ള കഞ്ഞി വീതം വെച്ച് കുടിച്ചു മേച്ചത്ത് ഞങ്ങളെല്ലാവരും വട്ടം കൂടി ഇരുന്ന് ഈ ചെടികളുടെ ഭംഗി അതൊക്കെ കണ്ടിങ്ങനെ വർത്താനം പഞ്ചിരിക്കുന്ന നേരത്ത് ഒരു വല്യമ്മ ഒരു വടി കുത്തി പിടിച്ചിട്ട് വരുന്നു. മക്കളെ വല്ലുണ്ടെങ്കിൽ താഴെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി, ഭാര്യയ്ക്കും വിഷമായി. അപ്പോൾ ഭാര്യ പറഞ്ഞു ബന്ധുക്കൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, ഒന്നുമില്ല, 4 എഴുതിയിരിക്കേണ്ടത് തരട്ടെ എന്ന് ചോദിച്ചു. എന്നാൽ താഴെ മക്കളെ ഞാൻ കൊണ്ടുപോയി വെച്ച് കുടിക്കണം. ആ പറഞ്ഞ ദിവസം തന്നെ എൻ്റെ രണ്ടാമത്തെ മോൻ അവൻ്റെ നെല്ലത്ത് ഇങ്ങനെ ഒരു തട്ടം തട്ടിയിട്ട് പറയാന് അമ്മച്ചിയെ എനിക്ക് ഈ വൈകുന്നേരം നമുക്ക് ചോറ് വെക്കണ്ടേ, കഞ്ഞി വെക്കണ്ടേ, അതിനുള്ള അരി എൻ്റെ അമ്മച്ചി കൊടുക്കണേന്ന് പറഞ്ഞു.
അപ്പം ഞാൻ അവനോട് പറഞ്ഞു അമ്മ അങ്ങോട്ട് വന്നാൽ പറ്റും ഒരു കാര്യം പറഞ്ഞ് അങ്ങോട്ട് വന്നു പറഞ്ഞ് വിളിച്ച് അവനോട് പറഞ്ഞേ മോനെ നമുക്ക് യേശപ്പച്ചൻ നാളെ ഇന്ന് വൈകുന്നേരത്തേക്കുള്ള അരി വേണ്ടത് തരും അരി സാധനങ്ങളൊക്കെ വേണ്ടത് തരും ഇഷ്ടം പോലെ ചോറ് തരും സമ്മാനപ്പെടും നീ എന്നും പറഞ്ഞിട്ട് അവനോട് വിളിച്ചു. ഭാര്യ ഈ നാഴി അങ്ങനെ നാഴിയിലുണ്ടായിരുന്ന അരി സഞ്ചിയിൽ ഇട്ട് കൊടുത്തു. വല്യമ്മ ഈ വടി കുത്തിപ്പിടിച്ച് ഈ സഞ്ചി കൈപ്പിടിച്ച് അങ്ങോട്ട് ഇറങ്ങി പോകേണ്ടത് കൊണ്ടുണ്ട്. ഇതുപോലെ പടി ഇറങ്ങി രണ്ടടി നീങ്ങുന്നത് കണ്ടു. പിന്നെ വരുന്നവനെ കണ്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മൂന്നാല് പെണ്ണുങ്ങൾ എൻ്റെ കൊട്ടയിൽ അരി പച്ചക്കറി സാധനങ്ങൾ വെളിച്ചെണ്ണ മണ്ണെണ്ണ ഉപ്പ് മിളക് ഇതെല്ലാ സാധനങ്ങളും വേറെ 2 പെണ്ണുങ്ങൾ ഈ കപ്പ കാച്ചിൽ ചെറുകിഴങ്ങ് ചേമ്പ് ചേന ഇതൊക്കെ കൂടിയുണ്ട്. ഇതൊക്കെ കൊണ്ടുവന്ന് ഇത് പിടിച്ചിറക്കാൻ പറഞ്ഞു. പിടിച്ചിറക്കി അവരങ്ങോട്ട് പോവുകയും ചെയ്തു. എവിടുന്ന് കൊണ്ടുവരുന്നത് ആരാ വന്നതെന്ന് എവിടുന്ന് പറഞ്ഞതെന്നൊന്നും അവർ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ചോദിച്ചില്ല. അങ്ങനെ ഇത് കിട്ടി അങ്ങനെ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു കണ്ടു മോനെ യേശപ്പൻ തന്നു കണ്ടു. നമ്മൾ എത്രയോ കാലത്ത് കഞ്ഞി കുടിച്ചതല്ലായിരുന്നേ. ഈ വല്യമ്മ എത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് കൊണ്ടുപോയി കഞ്ഞി വെച്ച് കുടിക്കിട്ടടാ ഇപ്പോൾ യേശപ്പൻ നമുക്ക് തന്നു കൊണ്ടുവന്ന് പറഞ്ഞവനാണ്. അപ്പം അങ്ങനെ ഒരു അത്ഭുതം അവിടെ അങ്ങനെ ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് വിശ്വസിച്ച് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഭാര്യയും ഭർത്താവും മാത്രമുള്ള കല്യാണം കഴിഞ്ഞ് കുറച്ചായി, മക്കളൊന്നുമില്ല. ഇയാൾ വെള്ളമടിക്കുകയും ചെയ്യും, തന്നെയല്ല യൂണിയൻകാരനാണ്. പച്ചപ്പടം ഉണ്ടാക്കുകയും പെണ്ണിനെ തല്ലി പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കും, സുവിശേഷം പറയും, നോട്ടീസ് കൊടുക്കും. ഇങ്ങനെ ഇവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അദ്ദേഹത്തെ മദ്യപാനം മാറാണെങ്കിൽ ആയിട്ട് പ്രാർത്ഥിക്കും. ഒരു ദിവസം ഈ അടുത്തുള്ള ഒരു പെണ്ണ്, അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പെണ്ണ് എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, പക്ഷേ നിങ്ങളുടെ അവിടെ ആരാധനയ്ക്ക് ഒരു പെണ്ണ് വന്നിരുന്നില്ലേ, ആ പെണ്ണിനെ അദ്ദേഹം സുഖം കണ്ട് കിടക്കുക അവിടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഭാര്യയും കൂടി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ രക്തം പോക്കായിട്ട് കിടക്കുക ഈ പെണ്ണും. അപ്പോൾ ഭാര്യ ചോദിച്ചു എന്താ പറ്റി മോളെ എന്ന് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം വഴക്കുണ്ടാക്കി ചേട്ടായി എന്നെ അടിവീട്ട് ചവിട്ടി, അതിൽ പിന്നെ രക്തം പോക്കായി എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ അപ്പനമ്മയോടൊപ്പം വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ പെണ്ണിനെ കൊണ്ട് ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവരവിടെ കെടുത്തി. അപ്പോൾ അവിടെ അവരപ്പനും അമ്മയും വന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് കൊണ്ടുപോയി നമ്മൾ ഇവർ അയാൾ അറിഞ്ഞപ്പോൾ ഞങ്ങളെത്തി കൊച്ചപ്പുറം വളർത്തിന് വന്നു. ഞങ്ങളൊന്നും വേണ്ടാൻ പോയില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കും അവൻ്റെ മദ്യപാനം മാറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് പെണ്ണ് വന്നതിന് ശേഷം പിന്നെ വന്നത് ആരാധനയ്ക്കാണ് വരുന്നത്. ആരാധനയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് ഇയാൾ വീണ്ടും ഈ പെണ്ണിനെ അടിച്ച് വെച്ചപ്പാട് ഉണ്ടാക്കി. അങ്ങനെ ഇയാൾ പണിക്ക് പോയിട്ട് വരുമ്പോഴേ വെള്ളമടിച്ചിട്ടുണ്ട്, കുപ്പിയാലയിൽ വെച്ചിട്ടുണ്ട്. വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ സന്ധ്യയായപ്പോൾ വാലൊക്കെ കുട്ടി അടിച്ചിട്ടുണ്ട്, വിളക്കൊന്നും ഇല്ലാണ്ടായിട്ട് വെട്ടൊന്നും കത്തിച്ച് വെച്ചിട്ടില്ല. ഇയാൾ വന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ വാല് കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ വിളിക്കണ്ടേ പതുക്കെ, അവൾ കേട്ടില്ല എന്നുണ്ട്. കുറേ നേരം കഴിഞ്ഞിട്ട് കാണാൻ ഇപ്പോൾ അരണ്ട വെട്ടത്തിൽ ഇയാൾ താക്കോലിന് ദ്വാരത്തോടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ കൈ മുകളിലേക്ക് പൊക്കി പിടിച്ചിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക ഭർത്താവിനെ വിളിച്ചിട്ട്. ഇത് കേട്ടപ്പോൾ അയാൾക്ക് ആകെ സങ്കടമായി. അത് സങ്കടമായി തന്നെയല്ല, അയാളുടെ കയ്യിലിരുന്ന കത്തി താഴെ വീണു. പുറത്ത് പോയി ഇയാൾ ധരിച്ച അയാളുടെ ഇവിടെ കാമുകനാകുന്നതാണ്. അന്ന് കത്തി ഒരു കൈ പിടിച്ചിരുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അല്ലാതെ മനസ്സിലായി. ഇയാളറിയാതെ തന്നെ കയ്യിൽ നിന്ന് കത്തി താഴെ വീണു. ഇവിടെ വിളിച്ചു, ഭാര്യനെ വിളിച്ചു. ഭാര്യ പേടിച്ച് പച്ചിട്ട് വാരി തുറക്കുക, ഇനി എന്താ വേണ്ടാന്ന് പറഞ്ഞു. ഉടനെ അയാൾ കെട്ടിപ്പിടിച്ച് തുരിതുര മുത്തി. ഞാൻ അടിച്ച് നിനക്ക് വീഴുന്നത് ഇല്ല എന്ന് പറഞ്ഞു. ഇനി ഞാൻ തന്നെ അടിക്കില്ല എന്ന് പറഞ്ഞു. ഇവിടെ ദൈവനാമത്തിൽ സത്യം ചെയ്ത് ഇയാൾ ക്ഷമ പറഞ്ഞ് അങ്ങനെ അതാണ് കുടുംബമായിരുന്നു. ഇത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു വിഷയം മാറി. അങ്ങനെ പിന്നെ അവിടെ സഭ നന്നായി, കുറേ ആൾക്കാർ കൂടി വന്നു, ആരാധനയ്ക്കായി വന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മിഷൻ്റെ കീഴിലും പിന്നെ മിഷൻ്റെ പ്രവർത്തനം മാറി വേറെ ഒരിടത്തിൽ പോയി പ്രവർത്തിക്കണം. അങ്ങനെയാണ് മിഷൻ്റെ. അങ്ങനെ അവിടുന്ന് ഞാൻ മാറിയത്, വയനാട്ടിൽ നിന്നും മാറിയത് നേരെ മധുരയ്ക്ക് തമ്പി ഭാഷ അവിടേക്ക്. തമ്പി ഭാഷ അപ്പോൾ വടക്കേന്ത്യയിൽ ഒരു 8-10 സ്ഥലങ്ങളിൽ സഭകൾ പ്രവർത്തനം നടത്തുന്നുണ്ട്. അവിടെ പാഷന്മാരാക്കിയിട്ടുമുണ്ട്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിൽ പോവുകയും ചെയ്യും. അപ്പോൾ എന്നെ ഇവിടുത്തെ പാഷാക്കി നിർത്തി, അവിടെ മധുരയിൽ.
ഞാനും ഈ തമ്പി പാഷും എനിക്ക് ഹെൽപ്പിനായിട്ടൊരു പാഷ് എനിക്ക് കൂടെ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ 3 ആളുകളാണ് പ്രവർത്തിച്ചുകൊണ്ട് വന്നപ്പോൾ പാഷ പിന്നെ വടക്കിൻ്റെ എടുക്കുമ്പോൾ ചാൾസ് എന്ന് പറഞ്ഞൊരു പാഷയാണ് എൻ്റെ കൂടെ ആക്കിയത് എനിക്ക് സപ്പോർട്ടിനായിട്ട്. അങ്ങനെ ഞങ്ങൾ വിസിറ്റിങ്ങിന് പോകും. കുറേ സ്ഥലത്ത് മാറി പോകണം. ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് ഇരിക്കുമ്പോൾ 10-40 കിലോമീറ്ററൊക്കെ പോകണം. പോയിട്ട് കുഗ്രാമങ്ങളിൽ പോയിട്ട് ഞങ്ങൾ വിസിറ്റിങ് നടത്തും. അങ്ങനെ അവിടെ ഒരു പാണ്ഡ്യൻ എന്ന് പറഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ടു. പാണ്ഡ്യൻ അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷയം അവൻ്റെ വീട്ടുകാർക്ക് ഞങ്ങളോട്. അപ്പോൾ ഞങ്ങൾക്ക് അവരോട് എതിർപ്പ് പറയാനൊന്നും പോയില്ല. ഞങ്ങളും മിണ്ടാണ്ട് അങ്ങനെ നടക്കും. കാരണം ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നവർ വിസിറ്റ് ചെയ്യും, വീടുകൾ കയറും, നോട്ടീസ് കൊടുക്കും, പ്രാർത്ഥിക്കും, സുവിശേഷം അറിയിക്കും. ചിലർ വേണ്ടെന്ന് പറയും, ചിലർ വേണമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ അതനുസരിച്ച് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടുത്തെ മൂപ്പൻ, അതായത് ആ താഴ്ന്ന ജാതിക്കാരാണ് അവിടുത്തെ മൂപ്പനോട് പറഞ്ഞേ ഇവിടെ കുറച്ച് ദിവസം ഒരു 3 ദിവസം കൺവെൻഷൻ വെച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ശരി ഭാഷ വെക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞേ വെക്കുന്ന പറഞ്ഞ ഒരു കാര്യമില്ല, പണം ചെലവുണ്ട്. ഞങ്ങൾക്ക് 10-40 കിലോമീറ്റർ ഇവിടെ വരണം, 1-2-3 ദിവസം ഇവിടെ നിൽക്കണം, ഭക്ഷണം, താമസം, പന്തൽ, മൈക്ക് സെറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുക്കുമ്പോൾ കാശ് കണ്ടമാനം വരും. അപ്പോൾ അതൊക്കെ സഹകരിച്ചുണ്ടാക്കണം. അപ്പോൾ അതിനിത്തിരി സമയം നമുക്ക് തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ അവരോട്. അപ്പോൾ അവർ പറഞ്ഞേ നിങ്ങളെ പ്രസംഗിക്കാനായിട്ട് ആരാണെങ്കിലും അവർ ഇങ്ങോട്ട് വന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ ദിവസം ഫിക്സ് ചെയ്തു. അതിൻ്റെ തലേദിവസം അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഉഗ്രം പന്തൽ തന്നെയല്ല, മൈക്ക് സെറ്റ്, അതിൻ്റെ ഉള്ളിൽ തുണികളൊക്കെ വിരിച്ച് നല്ല ഡെക്കറേഷൻ, പിന്നെ ഭക്ഷണങ്ങൾ ഞങ്ങൾക്ക് തരാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കില്ല എന്ന് വേണ്ട എല്ലാ ഇടപാടുകളും അതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചോദിച്ചു ഇതാരാ കാശ് മുടക്കുകയെന്ന് ചോദിച്ചു. അപ്പോൾ അത് ഞങ്ങൾ തന്നെ മുടക്കിയെന്ന് പറഞ്ഞു. എത്ര കാശാന്ന് ചോദിച്ചു. 9,000 രൂപയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ കാശ് മുടക്കാൻ എന്താ കാരണം ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഈ പാണ്ഡ്യൻ ഇവിടെ ഞങ്ങൾക്ക് ആർക്കും ഒരു വേണ്ടാത്ത ഒരാളായിരുന്നു. ഞങ്ങളുടെ വീടുകളിൽ കയറി ഞങ്ങൾ തല്ലും, വഴിപാട് പെണ്ണുങ്ങൾക്ക് പോകാൻ എല്ലാവരും പിടിച്ചു വലിക്കും, മദ്യപിക്കും, അടിപിടി ഉണ്ടാക്കും, ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും. ഞങ്ങളുടെ പറമ്പിൽ കിടക്കണ കായക്കൊല, തെങ്ങ്, തേങ്ങ, കപ്പ, വെളിച്ചെണ്ണ, അതുപോലെ കരിമ്പ് രസം ഇതൊക്കെ കൊണ്ടുപോയി വിൽക്കും. ആടുമാടുകൾ കൊണ്ടുപോയി വിൽക്കും. ഇതും ചെയ്തു. ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് നിങ്ങളുടെ കൂടെ അവൻ കൂടിയതിന് ചെറിയ വിഭാഗം ഒന്നുമില്ല, വളരെ ഡീസൻ്റാണ്. എന്നിട്ട് അവർ പറയുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി സഹകരിച്ച് ചെയ്താണിത് എന്ന് പറയാം. അത് കാരണം ഇപ്പം എന്ത് പറ്റി, ഇപ്പോൾ പാണ്ഡ്യനെ ഇങ്ങനെ മാറ്റം വന്നതോടുകൂടി ഞങ്ങൾക്ക് പേടി. യേശുസ്വാമിനെ എനിക്കിപ്പോൾ പേടിയായി. യേശുസ്വാമിനെ എനിക്ക് വലിയ ഇഷ്ടമായി. യേശുസ്വാമി അവനെ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഒരു സാക്ഷ്യം. അങ്ങനെ അവൻ അതോടുകൂടി ഞങ്ങളും അവിടെ സഭയിൽ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ നല്ലൊരു സഭയായി. അങ്ങനെ അവിടുന്ന് പിന്നെ വന്നു. അപ്പോൾ വർഷങ്ങൾ പിടിക്കണം, 2-3 വർഷങ്ങൾ കഴിയുമ്പോഴാണ് മാറി പോണേ. അത് കഴിഞ്ഞ് അവിടുന്ന് കുറച്ചും കൂടി മാറി ഒരു സ്ഥലത്ത് ഞങ്ങൾ ചെന്നു. അവിടെ പ്രവർത്തനം ആരംഭിച്ചു. അത് കഴിഞ്ഞ് അവിടെ ഇതുപോലെ തന്നെ അവിടെ അധികം നാൾ നിന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ ചാൾസിനൊന്നും കൊടുത്തിട്ടുണ്ടല്ലോ, അവരും വേറെ 1-2 സഹോദരന്മാരെ കൂട്ടിയിട്ട് അവിടെ ആരംഭിച്ചു. ഞാൻ അവിടെ നിന്ന് നേരെ തൃശ്ശൂർക്ക് വിട്ടു മണ്ണുത്തി ചർച്ചിൽ വന്നിരുന്ന് നടക്കുമ്പോൾ എന്നോട് അവിടുത്തെ പാഷ പറഞ്ഞു, അബ്രഹാം സാർ എന്ന് പറയും, ഡോക്ടർ അബ്രഹാം സാറാണ് അവിടുത്തെ പാഷ. അപ്പോൾ ആ പാഷ പറഞ്ഞു നമുക്ക് പെരുമ്പാവൂർ വേങ്ങൂര് നമുക്കൊരു 10-20 സെൻറ്റ് സ്ഥലമുണ്ട്, പണ്ട് പള്ളിക്ക് വേണ്ടി മേടിച്ചതാണ്. അവിടെ ഒരു ഷെഡ് വെച്ച് പ്രവർത്തിച്ച് ആരംഭിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 91 അവിടുന്ന് ഇവിടെ വരിക, വേങ്ങൂര് വീട്ടുമോട് ഒന്ന് താമസാക്കി ഒരു ഷെഡ് വെച്ച് താമസിക്കുന്നു. ഷെഡിൽ താമസാക്കി അന്ന് പ്രതികൂലങ്ങൾ തുടങ്ങി. അന്ന് സാത്താൻ്റെ പ്രശ്നം മനുഷ്യരുടെയാണ്. അന്ന് ഞങ്ങളവിടെ താമസാക്കി. അപ്പോൾ തൊട്ടപ്പുറത്ത് വീട്ടിൽ ഒരു സഹോദരൻ ഒരു ഡെസ്കും ബെഞ്ചും ഇട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഷെഡിലേക്ക്.
ആരെങ്കിലും വന്നിരിക്കാനായിട്ട്. ഞങ്ങൾക്ക് വേറെ ഒന്ന് ഫർണിച്ചറൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു ദിവസം ആ വന്ന താമസാക്കി അന്ന് വൈകുന്നേരം ഒരു 10 മണി കഴിഞ്ഞപ്പോൾ ഒരു 3 പേര് കറുത്തിരുണ്ട് നല്ല വെള്ളമൊക്കെ ആയിട്ട് ഒരു 3 പേര് വന്ന് ഷെഡിൻ്റെ ഉള്ളിൽ കയറി. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അടുക്കളയ്ക്ക് മാത്രം അടച്ചുറപ്പുള്ളൂ, ബാക്കി ഫ്രീന് മറിയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആ സഹോദരന്മാർ അവിടെ ഇരിക്കാൻ ബെഞ്ചിലിരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വരുന്നവർക്ക് അവരവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ പറയാൻ അറിയില്ല. അപ്പോൾ അവിടെ ഞങ്ങളുള്ളത് ഞാനും എൻ്റെ ഭാര്യ 2 പെമ്പിള്ളേരും, ഞങ്ങൾ 4 പേര് അവിടെ ഉണ്ടാവും. വർത്താനം പറഞ്ഞ് ഞങ്ങൾ അപ്പോഴേക്കും അത് ഊണ് കഴിഞ്ഞ് ഞാൻ അവരെ എത്തിച്ച് വന്നപ്പോൾ അവർ ചോദിച്ചു, ഞാൻ ചോദിച്ചു എന്താ പേര് പറഞ്ഞു. എന്താ വന്നേ? സംശയം ചോദിക്കാൻ വന്നതാണ് ബൈബിളിലത്തെ. അത് ശരി, എന്താ ചോദിച്ചോളാൻ പറഞ്ഞു. ചോദിച്ചതിന് തക്ക മറുപടി ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഇങ്ങനെ ഇരുന്ന് ചുറ്റുപാടൊക്കെ നോക്കുക. അപ്പോൾ ഇവിടെ വീട്ടിലേക്ക് ഈ 3 പേര് വരുന്നത് അടുത്തുള്ളവരെ കണ്ടിട്ട് അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്താ സംഭവം എന്നറിയാനായിട്ട്. കുറേ കഴിഞ്ഞപ്പോൾ അവർ പോവുകയും ചെയ്തു. അപ്പോൾ പിറ്റേ ദിവസം നേരം എടുത്തപ്പോൾ ഞാൻ റോഡിലേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുക. അപ്പോൾ അടുത്തുള്ളവർ എന്നെ വിളിച്ചു, കൈകാണ്ടി വിളിച്ചു. എന്നിട്ട് അവർ വന്നിട്ട് വല്ലതും പറഞ്ഞോ എന്ന് ചോദിച്ചു. അവർ വന്നിട്ട് ഒന്നും പറഞ്ഞില്ല. അവർ വന്നത് ബൈബിളിൽ നിന്ന് ചില സംശയം ചോദിക്കാൻ വന്നെന്ന് പറഞ്ഞു. ആ സംശയം ചോദിക്കാൻ വന്നെന്ന് പറയുന്നത് നിങ്ങൾ പേടിക്കണ്ട, അത് വിശ്വസിക്കണ്ട, ഇവിടുത്തെ ഇതിൻ്റെ ചട്ടമ്പികളാണ്. ഇവിടെ ആദ്യം ഒരു പാർശ്വ ഇവിടെ താമസിച്ചിരുന്നു. ആ പാർശ്വ ആലിംഗനം വലിച്ചെറിഞ്ഞ് രാത്രി അതെല്ലാം അടിച്ചു ഓടിപ്പിച്ചതാന്ന് പറഞ്ഞു. അത് ഞാൻ ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു അവരടിച്ചു ഓടിപ്പിച്ച ഇവിടെ അടിക്കും വേണ്ട, ഒച്ചപ്പാട് ഉണ്ടാക്കണ്ട, നമുക്കൊന്നും വേണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാത്രി ഇതുപോലെ ഞങ്ങൾ കൂടെയൊക്കെ കഴിഞ്ഞ് പാട്ടുപാടി പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കാനുള്ള നോക്കിയപ്പോഴേക്കും ഇവർ 3 ആളും വന്നവിടെ വന്ന് ഞാൻ ഇന്ന് എന്താ പരിപാടി ഇന്ന് ഞങ്ങൾക്ക് സംശയം കുറച്ചുണ്ട്, അത് ചോദിക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. അത് ശരി, സംശയം ചോദിച്ചു അതിനോട് മറുപടി പറഞ്ഞു. പിന്നെ കുറേ നേരം അവരവിടെ ഇരുന്ന് ഞങ്ങളുടെ പേരൊക്കെ ചോദിച്ചറിഞ്ഞ് വിശേഷം പറഞ്ഞ് അവർ പോയി. പിറ്റേ ദിവസം വന്നു. അവിടെ 3-ാമത്തെ ദിവസം വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ഇളക്കളി കളിക്കുന്നത് പണ്ടത്തെ സ്വഭാവം വന്നില്ല. ഞാൻ ഇവരോട് ചോദിച്ചു ഇന്നെന്താന്ന് വിശേഷം, ഇന്നും സംശയം തീർക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അത് ആ സംശയം തീർക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാന്ന് ചോദിച്ചു. എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നാളെ മേലും ഇനി ഇവിടെ വരണമെങ്കിൽ വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡൻ്റില്ലേ, ആ പ്രസിഡൻറ്റിനെ ഇന്ന് കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നാൽ മതി. ആ പ്രസിഡന്റ് വിവരം പറയും ഞാൻ ആരാണ് എന്താണെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്കിടാന്ന് പറഞ്ഞു, പോടാൻ പറഞ്ഞു. അവർ പോയി. അപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഞ്ചായത്ത്. ആ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഞാനും വലിയ സോൾഗഡികളാണ്. അയാൾ തൃശ്ശൂർ ഞങ്ങൾ മീറ്റിംഗ് കൂടുമ്പോൾ ഒക്കെ ഒരുമിച്ച് കൂടാറുള്ളതാണ്. ഇത് വിവരം അറിഞ്ഞാലും പിന്നെ അവർ വന്നിട്ടില്ല. പിറ്റേ ദിവസം പിന്നെ ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ വഴിയിൽ ഞങ്ങളെ തടയുമ്പോൾ ഞാൻ പറയും മോനെ ഞാൻ എൻ്റെ അടുത്ത് പോയിട്ടില്ല, അയാൾ എന്നോട് പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അങ്ങനെ എന്തിനാ പറയണേ. പിന്നെ അവർ ഞങ്ങളും ചാവാൻ വേണ്ടിയിട്ട് വേങ്ങൂര് വടക്ക് കുരിശിൻ്റെ പള്ളിയുടെ അവിടെ കുരിശിൻ്റെ അവിടെ മെഴുകി കത്തിച്ചാൽ പതിക്കുമ്പിൻ്റെ പ്രാർത്ഥനയ്ക്ക് പലതാണ് അവിടെ ഒക്കെ സാധിക്കുമെന്ന് പറഞ്ഞതൊക്കെ ആൾക്കാർ മെഴുകി കത്തിക്കാൻ പോകും ഞങ്ങൾ ചാവാൻ വേണ്ടിയിട്ട്. ഒരു ചാവുണ്ടായ ഈ വടക്ക് കുരിശിൻ്റെ അവിടെ മെഴുകി കത്തിക്കാൻ പോയിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. അതേ തന്നെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് നല്ല സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. ഓക്കെ, പാസ്റ്റർ ഈ 3-4 പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അതൊക്കെ എഴുതാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? സാഹചര്യം ചെയ്ത് ഞാൻ ഈ വയസ്സ് നടക്കാനൊക്കെ ബുദ്ധിമുട്ട്, പ്രയാസം, പിന്നെ ക്ഷീണം, ഭയങ്കര നിരാശ, പിന്നെ ആരാധന നടത്താൻ എനിക്കൊരു വിഷമം വരുന്ന പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകാരെ പോകും. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ ആരാധന സ്റ്റോപ്പ് ചെയ്തിട്ടും എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു ഭാരം. എൻ്റെ ദൈവമേ, ഞാൻ പിന്നെ ബൈബിളെടുത്ത് വായിക്കും. അപ്പോൾ ബൈബിളെടുത്ത് വായിക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ബൈബിളിനെ കുറിച്ച്
എന്തെങ്കിലും എഴുതാൻ തോന്നി അങ്ങനെ എഴുതാൻ ആരംഭിച്ചതാണ്. ആ മുകളിലെ ഡെസ്കും പെൻറ്റും. നേരത്തെ ഇവിടെ ഒരു പാഷ വന്നില്ലേ, വർഗീസ് പാഷ, അയാൾ തന്ന പെൻറ്റും ഡെസ്ക് എനിക്ക് എഴുതാൻ. ഓക്കെ. പാസ്റ്ററുടെ ജീവിതത്തിൽ ഇത്രയും നാളും എത്ര വർഷമായി ഇപ്പോൾ സുവിശേഷ വേല ചെയ്യുന്നു? 50 വർഷം. 50 വർഷമായി. ഇപ്പോൾ പാസ്റ്റർക്ക് എത്ര വയസ്സുണ്ട്? 80 വയസ്സ്. 80 വയസ്സുണ്ട്. അതായത് 30ാമത്തെ വയസ്സിൽ ആരംഭിച്ചതാ സുവിശേഷ വേല അല്ലേ? അപ്പോൾ ഈ 50 വർഷത്തെ പാസ്റ്ററുടെ ഈ അനുഭവം എന്ന് പറഞ്ഞാലൊന്നും തീരുകയില്ല. എങ്കിൽ ഈ 50 വർഷം കൊണ്ട് ദൈവം അത്ഭുതകരമായി പാസ്റ്ററെ നടത്തി സഹായിച്ചു എന്ന് പറയത്തക്ക ചില സന്ദർഭങ്ങൾ പാസ്റ്റർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. അപ്പോൾ ഈ 50 വർഷത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഈ പുതുതായിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന ആളുകളോട് എന്താണ് പാസ്റ്ററുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഒരു സന്ദേശം പറയാനുള്ളത്? പുതിയതായിട്ട് സുവിശേഷ വേലയ്ക്കൊക്കെ ഇറങ്ങുന്ന ആളുകളോടെ, സുവിശേഷ പ്രവർത്തകരോടൊക്കെ എന്താണ് പാസ്റ്ററുടെ ജീവിത അനുഭവവുമായി ബന്ധപ്പെട്ട് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? സന്ദേശം ഞാൻ പറയാണ്ട് തന്നെ നമുക്കറിയാം. കാരണം ഞാൻ എൻ്റെ മക്കൾ കൊച്ചുങ്ങളായിരുന്ന സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട്, പാട്ട് പാടാനായിട്ട്, പാട്ട് ബുക്കിൽ നോക്കി പാട്ട് പാടാൻ കിട്ടണ്ടാകുമ്പോൾ ഞാൻ ഒരു പാട്ട് എഴുതി. സന്ധ്യയായി വിളക്കു വെച്ചു യേശുവേ നീ വേഗം വാ, എന്നെ നല്ല കുട്ടിയാക്കി എൻ്റെ ഉള്ളിൽ വസിക്കാം. അങ്ങനെ ഒരു പാട്ട് എഴുതി. അതിന് വരികൾ വേറെയുണ്ട്. ആ പാട്ട് പാടി ഇത് ഈ ഇതൊക്കെ കേൾക്കുകയല്ലേ. പിന്നെ ഞാൻ പ്രിൻ്റ് ചെയ്ത് പാട്ട് പാടി ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് പിന്നെ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു പാർട്ടിയിലൊക്കെ ആയിട്ട് നടന്ന് ജീവിതത്തിൽ സന്തോഷവും സമാധാനം ഇല്ലാതെ നടക്കുന്ന സമയത്ത് സന്തോഷവും സമാധാനം ലഭിക്കാൻ വേണ്ടി, യേശുവിനെ അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ നടക്കുന്ന കാലത്ത് ഒരു പാട്ട് എഴുതി. ആ പാട്ടാണ് യേശുവേ യേശുവേ വിളി കേൾക്കൂ, വിളി കേൾക്കുന്നുണ്ട് പാട്ട്. അത് പാടുമ്പോൾ ഞാൻ തന്നെ കഴിയും. അതുപോലെ സഹായിച്ചിട്ടുണ്ട്. അത് രണ്ടാമത്തെ പാട്ട്. പിന്നെ ഒരു പാട്ട് എഴുതി ആരാധനയ്ക്ക്. സ്തുതിയും സ്തോത്രവും കൂപ്പിയ കയ്യുമായി ആലയത്തിൽ വന്നു സ്തുതിക്കാൻ. സ്തുതിയും സ്തോത്രവും കൂപ്പിയ കയ്യുമായി ആലയത്തിൽ വന്നു സ്തുതിക്കാൻ. യേശു എന്നെ ബലപ്പെടുത്തിയതിനാൽ നന്ദിയോടെ ഞാൻ ആരാധിക്കും. അതങ്ങനെ ഒരു പാട്ട്. ഞാൻ പോവാ. അപ്പം ഞാൻ കർത്താവിൻ്റെ വരവ് കണ്ടിട്ട് ഞാൻ ചെയ്യണതാണ്. മാണിക്യം കൊണ്ടൊരു കൊട്ടാരം, അതിൽ മുറ്റിട്ടു നിൽക്കുന്ന യേശുരാജൻ, സമാധാനത്തിൻ്റെ ദൂതുമായി വന്നു ലോകരക്ഷകൻ നിൽക്കുന്നു, ലോകരക്ഷകൻ നിൽക്കുന്നു. പല്ലക്കിലേറി വരും നേരം യേശു പൊൻതാലം കൊണ്ടെതിരേൽക്കും ഞാൻ. പല്ലക്കിലേറി വരും നേരം യേശു പൊൻതാലം കൊണ്ടെതിരേൽക്കും ഞാൻ. പാപിയം എന്നെ സ്നേഹിച്ച യേശു കൈപിടിച്ചെന്നെ നടത്തിയിടും, കൈപിടിച്ചെന്നെ നടത്തിയിടും. മാണിക്യം കൊണ്ടൊരു കൊട്ടാരം, അതിൽ മുറ്റിട്ടു നിൽക്കുന്ന യേശുരാജൻ, സമാധാനത്തിൻ്റെ ദൂതുമായി വന്നു ലോകരക്ഷകൻ നിൽക്കുന്നു, ലോകരക്ഷകൻ നിൽക്കുന്നു. ആപത്തുനാളിൽ ഞാൻ ഭയപ്പെടില്ല, എന്തെല്ലാം വന്നാലും ഭയപ്പെടില്ല. ആപത്തുനാളിൽ ഞാൻ ഭയപ്പെടില്ല, എന്തെല്ലാം വന്നാലും ഭയപ്പെടില്ല. യേശു എൻ്റെ രക്ഷകൻ, അത്ഭുതമാന്തിയും
വീരനാം യഹോവ ആകുന്നു, വീരനാം യഹോവ ആകുന്നു. മാണിക്യം കൊണ്ടൊരു കൊട്ടാരം അതിൽ മുറ്റിട്ടു നിൽക്കുന്ന യേശുരാജൻ, സമാധാനത്തിൻ്റെ ദൂതുമായി വന്നു ലോക രക്ഷകൻ നിൽക്കുന്നു, ലോക രക്ഷകൻ നിൽക്കുന്നു. ഞാൻ ഈ പാട്ട് എഴുതാനുള്ള കാരണം കൊറോണ ആയി ഞങ്ങളെല്ലാവരും കെടുപ്പിലായി ഇവിടെ. അപ്പോൾ ഭയങ്കര വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഒന്നിനെ കുറിച്ച് ഞങ്ങൾക്ക് ഭാരം ഉണ്ടായിട്ടില്ല. പലരും പല സാധനങ്ങൾ കൊണ്ടുവരും. അങ്ങനെ ആ സമയത്ത് ഞാൻ എഴുതിയിരുന്നു കൊറോണയെ കുറിച്ച്. രക്ഷകനു സ്തോത്രം, രക്ഷകനു സ്തോത്രം, രക്ഷകനു സ്തോത്രം എന്നും എന്നേക്കും, എൻ്റെ രക്ഷകനു സ്തോത്രം എന്നും എന്നേക്കും. കൊറോണ മാരിയിൽ നിന്നെന്നെ രക്ഷിച്ചോരു, കൊറോണ മാരിയിൽ നിന്നെന്നെ രക്ഷിച്ചോരു രക്ഷകനു സ്തോത്രം എന്നും എന്നേക്കും, എൻ്റെ രക്ഷകനു സ്തോത്രം എന്നും എന്നേക്കും. പകർച്ചവ്യാധിയിൽ നിന്നെന്നെ രക്ഷിച്ചോരു, പകർച്ചവ്യാധിയിൽ നിന്നെന്നെ രക്ഷിച്ചോരു രക്ഷകനു സ്തോത്രം എന്നും എന്നേക്കും, എൻ്റെ രക്ഷകനു സ്തോത്രം എന്നും എന്നേക്കും. പ്രകൃതിക്ഷോഭത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു, പ്രകൃതിക്ഷോഭത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു രക്ഷകനു സ്തോത്രം എന്നും എന്നേക്കും, എൻ്റെ രക്ഷകനു സ്തോത്രം എന്നും എന്നേക്കും. ഓരോ നാളും എന്നെ നടത്തുന്നതോർത്ത്, ഓരോ നാളും എന്നെ നടത്തുന്നതോർത്ത് രക്ഷകനു സ്തോത്രം എന്നും എന്നേക്കും, എൻ്റെ രക്ഷകനു സ്തോത്രം എന്നും എന്നേക്കും. ക്ഷാമകാലത്തെന്നെ പോറ്റി പുലർത്തുന്ന, ക്ഷാമകാലത്തെന്നെ പോറ്റി പുലർത്തുന്ന രക്ഷകനു സ്തോത്രം എന്നും എന്നേക്കും, എൻ്റെ രക്ഷകനു സ്തോത്രം എന്നും എന്നേക്കും. അപ്പോൾ പാസ്റ്ററോട് ഇത്ര നേരം സംസാരിക്കാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. പാസ്റ്ററുടെ 50 വർഷത്തെ ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവർക്ക് വലിയൊരു പ്രചോദനമായി തീരട്ടെ. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും, പട്ടിണി കിടന്നിട്ടുണ്ടോ? പട്ടിണി കിടന്നുണ്ടോന്ന് എത്രയോ പ്രാവശ്യങ്ങൾ. പക്ഷെ പട്ടിണി കിടന്നാലും ഞങ്ങൾക്കൊരു ക്ഷീണമില്ല, ഞങ്ങൾ പട്ടിണി കിടക്കുന്നതായിട്ട് തോന്നിയില്ല. എന്നിട്ട് ആൾക്കാർ ഞങ്ങളെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിക്കും. ഓർഗൻ പഠിപ്പിക്കാൻ വന്ന സാറാ. അങ്ങനെ എല്ലാ രീതിയിലും പട്ടിണിയായാലും പ്രയാസമായാലും വന്നാലും ദൈവമാണ് നടത്തിയത് വലിയൊരു അത്ഭുതമാണ്.